രണ്ടാം അധ്യായം കൊലോസ്യർക്ക് ലേഖനം രണ്ടാം അധ്യായം അതിന്റെ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു നിർത്തി. നമുക്ക് 6 മുതലുള്ള വാക്യങ്ങൾ അല്ലെങ്കിൽ 5, 6 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിച്ച് തുടങ്ങണം. നമ്മള് വളരെ ഒരു ഇടവേളയ്ക്ക് ശേഷം ലേഖനം ചിന്തിക്കുകയാണ്. എങ്കിലും ദൈവമക്കളെ സംബന്ധിച്ച് ദിവസഭയില് ഈ ഭാഗങ്ങളൊക്കെ പ്രസംഗിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതുമായിട്ടുള്ളൊരു ടച്ച് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി പുറകോട്ട് പോകേണ്ട കാര്യമില്ലാന്ന് ഞാൻ കരുതുന്നു. എങ്കിലും ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഉണർത്തി നമുക്ക് നമ്മുടെ ചിന്താഭാഗത്തിലേക്ക് നീങ്ങാം. നമുക്കറിയാം കൊലോസ്യ ലേഖനം നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. കൊലോസ്യ ലേഖനം പഠനം ആരംഭിച്ചിട്ട് ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും പ്രധാനമായി ചിന്തിച്ചത് ഞാൻ പറഞ്ഞിരുന്നു. എഫെസ്യ ലേഖനം ക്രിസ്തുവിന്റെ സഭയെ കുറിച്ച് പറയുമ്പോൾ കൊലോസ്യ ലേഖനം സഭയുടെ ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നതാണ്. ക്രിസ്തുവിന്റെ ആ ഔന്നിത്യം, ആദിശ്രേഷ്ഠത, ആ സുപ്രീമസി, അതിനെ ഏറ്റവും എടുത്തു കാട്ടുന്നത് അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് കൊലോസ്യ ലേഖനം. നമ്മള് കൊലോസ്യ ലേഖനത്തിന്റെ എന്തുകൊണ്ടാണ് എഴുതേണ്ട ഒരു ആവശ്യം വന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാണ് ഇതൊക്കെ ആരംഭിച്ചത്. കാരണം എടുത്തു പറയത്തക്ക രീതിയിലുള്ള തത്വജ്ഞാനവും ഫിലോസഫിയും പിന്നെ ജ്ഞാനവാദവും അതുപോലെ തന്നെ യഹൂദ ആചാരങ്ങളെ അനുസരിച്ചുകൊണ്ട് തന്നെ സഭ അതുകൂടെ ചേർന്ന് പോകണം എന്നുള്ള ആ ദുരുപദേശവും, അതുപോലെ തന്നെ ദൂതന്മാരെ ആരാധിക്കുന്നതിൽ അതും ഒരു ഭക്തിയുടെ ഭാഗമായി കണ്ടുകൊണ്ട് അങ്ങനെ ജനത്തെ വളരെ ശക്തമായി ക്രിസ്തുവിൽ ആശ്രയിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സഭയ്ക്കകത്തേക്ക് പല ദുരുപദേശങ്ങൾ കടന്നു വന്നു. അപ്പോൾ പൗലോസ് എപ്പപ്പോസ് നിമിത്തം ഈ വിവരങ്ങൾ കാരാഗ്രഹത്തിൽ വെച്ച് അറിയുന്നു. അതിനെ ചെറുത്തുകൊണ്ട് ദൈവസഭയിലെ വിശ്വാസികളെ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ, അടിസ്ഥാനത്തിൽ ഉറപ്പിക്കുവാൻ എഴുതുന്ന ലേഖനമാണ് കൊലോസ്യ ലേഖനം. നമ്മൾ തുടക്കത്തിൽ ചിന്തിച്ചു, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി. അങ്ങനെ അപ്പോസ്തലൻ കണ്ടെത്തിയ ഏറ്റവും വലിയ മറുമരുന്ന് എന്തെന്ന് ചോദിച്ചാൽ, സകല ദുരുപദേശങ്ങളിൽ നിന്ന് ഇവരെ ഡിറ്റാച്ച് ചെയ്യുവാൻ അപ്പോസ്തലൻ കണ്ടെത്തിയ ഏറ്റവും വലിയ മറുമരുന്ന് ക്രിസ്തുവിനോട് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ മഹത്വത്തോടും ശ്രേഷ്ഠതയോടും ഔന്നിത്യത്തോടും ആരോട് ഉപമിക്കാൻ കഴിയാത്ത, ആർക്കും വർണ്ണിക്കാൻ കഴിയുന്ന അപ്പുറമായ ദൈവത്തിന്റെ സകല സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന, എല്ലാറ്റിനും മുമ്പേ ഉള്ളവൻ, സകലത്തിന്റെയും സൃഷ്ടിതാവായവൻ, സകലത്തെയും നിയന്ത്രിക്കുന്നവൻ, നിലനിർത്തുന്നവൻ. അങ്ങനെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. 1-ാം അധ്യായത്തിൽ എല്ലാത്തിന്റെയും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ സഭയുടെ ശിരസ്സായിരിക്കുന്ന ക്രിസ്തുവിനെ കൊലോസ്യ ലേഖനത്തില് അതിശക്തമായി വെളിപ്പെടുത്തുന്ന ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറെ മാസങ്ങളായി ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നു. നമ്മുടെ ദൈവസഭയ്ക്ക് ദൂതന്മാരെ ആരാധിക്കാനുള്ള ഉപദേശം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല, പറയാൻ സാധ്യതയുമില്ലായിരിക്കാം. അല്ലെങ്കിൽ യഹൂദ ആചാരങ്ങളും കൂടെ വേണമെന്ന് ഇതുവരെ ആരും പറയത്തില്ല, നുഴഞ്ഞു കയറാൻ നമ്മൾ സമ്മതിക്കത്തില്ലായിരിക്കും. എന്നാൽ അത് അങ്ങനെ ഇവിടെ പറയുന്ന പോലെ പലതും അതിനോട് ബന്ധപ്പെട്ടതല്ലെങ്കിലും, എന്നാൽ ക്രിസ്തു കേന്ദ്രീകൃതമായി ക്രിസ്ത്യൻ ജീവിതത്തിൽ അകറ്റിക്കളയുന്ന പല ദുരുപദേശങ്ങളും ഇന്ന് ദൈവസഭയ്ക്കകത്ത് ശക്തമായി നിലനിൽക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉപവാസം പ്രാർത്ഥനയുടെ ആ സമയത്ത് പാസ്റ്റർ ആദ്യം ഒന്ന് ചില ദുരുപദേശങ്ങളെ കുറിച്ച് ഓർപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ചിന്തിക്കത്ത് പോലും ഇല്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളും, അല്ലെങ്കിൽ നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങളും കടന്നു വന്ന് എവിടുന്ന് ലക്ഷ്യം തെറ്റിക്കുകയാണ്? ഏറ്റവും അതിശ്രേഷ്ഠനായ ക്രിസ്തുവിൽ അറ്റാച്ച്ഡ് ആയിക്കൊണ്ട്, പൂർണ്ണമായി കേന്ദ്രീകരിക്കപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആ ഫോക്കസ്ഡ് ലൈഫിൽ നിന്ന്, ക്രിസ്തു കേന്ദ്രീകൃതമായ, ക്രിസ്തു അടിസ്ഥാനമായ ജീവിതത്തിൽ നമ്മളെ തെറ്റിക്കുന്ന പല ദുരുപദേശങ്ങൾ അതിശക്തമായി ഇന്ന് സഭയ്ക്കകത്തുണ്ട്. അതിനെ വർദ്ധിച്ചു വരും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അതിന് നടുവിൽ നമുക്ക് ഈ ദൈവവചന പഠനം ഏറ്റവും അനിവാര്യമാണ്. അതേറ്റവും നമുക്ക് പ്രയോജനം ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കർത്താവിനോട് ഏറ്റവും പറ്റിച്ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഏതെല്ലാം ഭൗതിക ജ്ഞാനവാദം നമ്മുടെ സഭയ്ക്കകത്ത് അല്ലെങ്കിൽ ഇന്നത്തെ വേർപെട്ട സഭയിൽ കാണുന്നത്, പക്ഷെ ഭയങ്കരമായ എന്താണ് എല്ലാ വചനങ്ങളെയും ഭൗതികവൽക്കരിക്കുന്ന ഏത് ഭാഗം എടുത്താലും അതെല്ലാം ഇവിടെ നമ്മളെ മാനിക്കുന്നതാണെന്നും ഇവിടെ കണക്ക് തീർക്കുന്നതാണെന്നുള്ള രീതിയിലേക്ക് സഭയ്ക്കകത്ത് കടന്നു വന്നു കഴിഞ്ഞു. അങ്ങനെയുള്ള പ്രവചനങ്ങൾ, പ്രവാചകന്മാർ, ആലോചനകൾ, പഠിപ്പീരുകൾ, ഉപവാസ പ്രാർത്ഥനകൾ,
ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തെക്കാളും അപ്പുറമായത്, അതിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധയെ കൊണ്ടുപോയിട്ട് വിഷയങ്ങളെ ഏതുമില്ലെന്നാണ് അപ്പോസ്തലന്മാരും കർത്താവും പഠിപ്പിച്ചേ. സാരമില്ലെന്നാണ് പഠിപ്പിച്ചേ. നാളെക്കുറിച്ച് ആകുലപ്പെടരുതെന്നാ പഠിപ്പിച്ചേ. സ്വർഗീയ പിതാവിനെ ആശ്രയിച്ചാൽ മതി, പോറ്റും പുലർത്തും, അവന്റെ ഇഷ്ടം ചെയ്ത് നിങ്ങളങ്ങ് നടന്നാൽ മതി, നിങ്ങൾക്ക് ആവശ്യമായതൊക്കെ അവൻ നൽകി തരുമെന്ന് അടിസ്ഥാനമിട്ട ദൈവസഭയ്ക്കകത്ത് ഇപ്പൊ എന്തു വന്നു? അങ്ങനല്ല. നാം ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് നേടണം. ദൈവം നമുക്ക് തരാതിരിക്കുക, ദൈവത്തിൽ നിന്ന് പിടിച്ചു പറിക്കണം, അല്ലെങ്കിൽ പിശാച് തടുത്തേക്കുക. നമ്മുടെ ഉപവാസവും പ്രാർത്ഥന കൊണ്ട് നമ്മള് എന്താ പറയട്ടെ, ശക്തമായ പോരാട്ടം കൊണ്ട് നമ്മുടെ ഭൗതിക വിഷയങ്ങളെ നേടണമെന്നുള്ള ദുരുപദേശമല്ലേ ഇന്ന് സഭകളിൽ ഏറ്റവും കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത്? അവിടെ ഈ പഠനത്തിന് തികച്ചും പ്രസക്തിയില്ലേ? ഈ ദൈവനെ നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മളെ ഉറപ്പിച്ച് നിർത്തത്തില്ലേ? നമ്മളൊക്കെ അതെ പരിച്ഛേദന ഏൽക്കാൻ പുരുഷന്മാർ പരിച്ഛേദന ഏൽക്കണം നമ്മൾ ആരും സഭയിൽ പ്രസംഗിക്കുന്നില്ലായിരിക്കാം. പക്ഷേ അതെ മറ്റു പല കാര്യങ്ങളും ദൂതന്മാരെ ആരാധിക്കണമെന്ന് പ്രസംഗിക്കില്ലായിരിക്കാം. പക്ഷെ അതിന് പകരമായിട്ട് എന്ത് നടക്കുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ? എല്ലാത്തിനേക്കാളും വലുത് ഈ ഭൂമിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടുന്നതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ അതിന്റെ സമയത്ത് ലഭിക്കുന്നതാണ്. ഒരു ആത്മീയന്റെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന്, അല്ലെങ്കിൽ അത് ദൈവ മക്കളുടെ ഏറ്റവും വലിയ അനുഗ്രഹം. അവർ ഈ ഭൂമിയിൽ അവർക്ക് വേണ്ടതെല്ലാം തക്ക സമയത്ത് മുടങ്ങാതെ, ഒരു ഭംഗവും വരാതെ, ഒരു ദോഷവും ഭവിക്കാതെ, ഒരു അനർത്ഥവും നേരിടാതെ, രോഗങ്ങളിൽ പെട്ടുപോകാതെ, പ്രയാസങ്ങൾ നേരിടാതെ എല്ലാം സമയാസമയം ലഭിക്കുന്നവരാണ് ഏറ്റവും മികച്ചവർ, ശ്രേഷ്ഠർ, ആത്മീയരെന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ദുരുപദേശങ്ങൾ ദൈവസഭയിൽ വർദ്ധിച്ചു വരുന്നുള്ളത് നമ്മൾ മറന്നുപോകാൻ പാടില്ല. അതെന്താണ്? കാരണം ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിൽ ജീവിക്കേണ്ട ദൈവമക്കളെ, ദൈവം അറിയാതെ എന്റെ തലയിൽ ഒരു മുടി പോലും നിലത്തു വീഴുകയില്ല, അവൻ ചെയ്യുന്നതെല്ലാം നന്മയ്ക്കാണ്, അവന്റെ ഇഷ്ടത്തിന് എന്നെ സമർപ്പിച്ചു കൊടുത്ത് അവനെ അനുസരിച്ചാൽ മതി, ബാക്കിയെല്ലാം ഞാൻ യേശുവിനെ, അതാണ് അടുത്ത വാക്യങ്ങൾ പറഞ്ഞത്, യേശുവിനെ കർത്താവായി സ്വീകരിച്ചത് കൊണ്ട് എന്നെ സംബന്ധിച്ച് ഇനി ഞാൻ എന്റെ വിഷയങ്ങൾക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല, ഞാൻ അതിനകത്ത് എന്താ പറയണ്ടേ തീരുമാനമെടുക്കേണ്ട കാര്യമില്ല, കർത്താവ് എല്ലാ സമയത്ത് ചെയ്യുമെന്നുള്ള ക്രിസ്തു കേന്ദ്രീകൃതമായ ഇതെല്ലാം ക്രിസ്തീയ ജീവിതം എന്താണ് മാറ്റേഴ്സ് അബൌട്ട് ക്രൈസ്റ്റ് ആണെന്നുള്ളത്. നമുക്ക് നല്ല അവിടെ പ്രാധാന്യം ക്രിസ്തുവിനാണ് പ്രാധാന്യം. ക്രിസ്തുവിൽ ആശ്രയിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വമെന്ന് അതെ ദൈവസഭകൾ ഇപ്പോൾ പഠിപ്പിക്കാൻ മറന്നുപോയിരിക്കുന്നു. അല്ലെങ്കിൽ ദൈവമക്കൾ അത് ഏറ്റെടുക്കാൻ കഴിയാതെ പോകുന്ന രീതിയിൽ ഭൗതികമായ വിഷയങ്ങളെ, ഒരു മനുഷ്യന്റെ ആയുസ്സിൽ അവനെ സംതൃപ്തിയോടെ ജീവിക്കുന്നവരെ പോലും ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഇത് ദൈവമക്കൾക്ക് ഇതിനപ്പുറമായതാണ് ദൈവം തരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിഷയത്തിൽ ആസക്തിയുള്ളവരാക്കി മാറ്റി, ദൈവത്തിന് കീഴ്പ്പെടേണ്ടവർ ദൈവത്തോട് മല്ല് പിടിക്കുന്നവരാക്കി മാറ്റി. ദൈവം പറയുന്ന ഏത് വാക്കിനും 99-ാമത്തെ വയസ്സിൽ അബ്രഹാമേ എന്ന് വിളിച്ചാൽ അടിയില എന്ന് പറയുന്ന ഭക്തന്മാർ, വിശ്വാസികളുടെ പിതാവുള്ളവർ, വിശ്വാസ നായകൻ അതേ ഗത്സമനയിൽ അതിവേദന സഹിക്കുമ്പോഴും എന്റെ ഹിതമല്ല നിന്റെ ഹിതം നടക്കട്ടെ എന്ന് പറയുന്ന വിശ്വാസ നായകനെയും എപ്പോഴോ പിന്തള്ളിക്കൊണ്ട് ഇപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? അതൊന്നുമല്ല ക്രിസ്തീയ ജീവിതം, മറിച്ച് ഇതേ നമ്മുടെ ഇഷ്ടത്തിനു വേണ്ടി ദൈവസ്ഥനയിൽ മല്ലുപിടിച്ചുകൊണ്ട് അത് പ്രാപിച്ചെടുക്കുന്നതാണ് ഒരാത്മീയന്റെ ലക്ഷണം. അതാണ് യഥാർത്ഥ ആത്മീക ജയം എന്നൊക്കെ പഠിപ്പിക്കുന്ന ദുരുപദേശങ്ങൾ സഭയിൽ നിറഞ്ഞു കവിയുമ്പോൾ, സഭകളിൽ വേർപെട്ട സഭകളിൽ അങ്ങനെയുള്ളവർ നിറഞ്ഞു കവിയുമ്പോൾ, അതിന്റെ നടുവിൽ ദൈവമക്കളായ നമ്മുടെ ഉത്തരവാദിത്തമാണ് കർത്താവിൽ ആശ്രയിക്കുക, അനുസരിക്കുകയും ചെയ്തുകൊണ്ട് മല്ലുപിടിക്കുകയല്ല വേണ്ടത്, പിന്നെയോ മോൾഡ് ചെയ്യാൻ, ദൈവത്തിന് അതെ നമ്മളെ മെരുക്കിയെടുക്കാൻ, നമ്മളെ അത് ദൈവത്തിന്റെ ആകൃതി ഹിതത്തിനനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മളെ വിട്ടുകൊടുക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയെന്ന് നമ്മൾ അറിയണമെങ്കിൽ ദുരുപദേശങ്ങൾക്കെതിരെ അപ്പോസ്തലന്മാർ ആഞ്ഞടിച്ച കത്തുകൾ, ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കും എല്ലാ ഉപദേശങ്ങൾക്കെതിരെ ശക്തമായി നിലനിൽക്കാൻ കഴിയും. അതുകൊണ്ട് അപ്പോസ്തലൻ എന്ത് ചെയ്യാണ്? ദുരുപദേശങ്ങളോട് ഇവർ അറ്റാച്ച്ഡ് ആകാതിരിക്കാൻ, അതിൽ നിന്ന് അവരെ ഡിറ്റാച്ച് ചെയ്യുവാൻ അതിശ്രേഷ്ഠനായ അത്യുന്നതനായ സുപ്രീമായ ക്രൈസ്റ്റിനോട് അവരെ അറ്റാച്ച് ചെയ്യുകയാണ്. പിന്നെ ആ സ്നേഹത്തിലും ആ ശ്രേഷ്ഠതയിലും ഒരു വ്യക്തി, ഒരു സഭ വസിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ ഒരു ലോക്കൽ ചർച്ച് ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയിൽ പൂർണ്ണമായി പറ്റിച്ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം ആ ദൈവസഭയെ ഒരു ദുരുപദേശങ്ങളും കവർന്നു കളയുവാൻ കഴിയത്തില്ല. ഒരു ദുരുപദേഷ്ടകന്മാർക്കും അവിടുത്തെ വിശ്വാസികളെ വഞ്ചിക്കാൻ കഴിയും. അത് ഈ ദൈവത്തിന്റെ പഠനത്തിന്റെ ഏറ്റവും വലിയ പ്രയോജനമാണ്. ഒന്നും കൂടി ഓർപ്പിക്കാനാണ് ഞാൻ ഇവണ്ണം പറഞ്ഞത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു,
വശീകരണ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു. ഞാൻ 3 കാര്യങ്ങൾ ഇവിടെ അത് ഇങ്ങനെ ഈ 2-ാം അധ്യായത്തിലുള്ള എഴുതി വെച്ചു. സോ ദാറ്റ് 2:4 സോ ദാറ്റ് നോ വൺ വിൽ ഡിസീവ് യു. ആരും നിങ്ങളെ വഞ്ചിക്കാതിരിപ്പാൻ, ചതിക്കാതിരിപ്പാൻ. 2:8 ഡോണ്ട് ലെറ്റ് എനിവൺ ക്യാപ്ചർ യു. ആരും നിങ്ങളെ കവർന്ന് കളയാതിരിപ്പാൻ. 2:16 ഡോണ്ട് ലെറ്റ് എനിവൺ കണ്ടം യു. ആരും നിങ്ങളെ വിധിക്കാതിരിപ്പാൻ. പറയുക 2:4 ആരും നിങ്ങളെ വഞ്ചിക്കാതിരിപ്പാൻ. സോ ദാറ്റ് നോ വൺ വിൽ ഡിസീവ്. അപ്പൊ സഭ എന്തിന് ജാഗരൂകരായിരിക്കണം, വിജിലന്റ് ആയിരിക്കണം. നമ്മള് അത് പലരും ചിന്തിക്കുന്ന പോലുമില്ല. വഞ്ചിക്കപ്പെട്ട് പലരും വഞ്ചിക്കുക എന്ന് പറയുമ്പോൾ ഈ ഭാഗങ്ങളല്ല ചിന്തിക്കുന്നത്. അവര് വിചാരിക്കുന്ന ആൾക്കാരായാലും തങ്ങളെ പറ്റിക്കല്ലേ, അല്ലെങ്കിൽ പൈസ പറ്റിച്ചെടുക്കരുത് എന്നൊക്കെ ആയിരിക്കും. പക്ഷെ സഭ അറിയേണ്ട വഞ്ചന എന്താന്ന് ചോദിച്ചാൽ ഒരു ദുരുപദേശങ്ങളാലും ഇവിടെ എടുത്തു പറയുന്നുണ്ട്, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു. വശീകരണ വാക്കെന്ന് പറഞ്ഞാൽ അത് വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് കൊണ്ടുവന്നിട്ട് വളരെ അധികം നമുക്ക് അതാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ അതാണ് ഇന്നത്തെ സഭകളിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. മനുഷ്യന്റെ വിഷയങ്ങളെ ചൂഷണം ചെയ്ത്, അവന്റെ ആവശ്യങ്ങളെ ചൂഷണം ചെയ്ത്, അതിന് തക്ക രീതിയിൽ വശീകരണ വാക്കുകൾ ഉപയോഗിച്ച് അവരുടെ ലക്ഷ്യത്തെ തെറ്റിക്കുന്ന വഞ്ചന ഈ കാലത്ത് നടക്കുന്നുണ്ട്. അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് ചില ഉപദേശങ്ങൾ കൊലോസ്യ സഭയിൽ കൊണ്ടുവന്ന് അവിടെ ചെയ്തു. ഇപ്പോഴും ദൈവസഭയിൽ അത് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. പെട്ടെന്ന് ഒരിക്കലും വഞ്ചിക്കപ്പെടുന്ന കരുതുന്നവരൊക്കെ ഈ വശീകരണ വാക്കുകളാൽ വഞ്ചിക്കപ്പെടുന്നു. അപ്പൊ ഒന്ന്, സോ ദാറ്റ് നോ വൺ വിൽ ഡിസീവ് യു. പുസ്തകം പറയും, ഞാൻ ഈ കത്ത് എഴുതുമ്പോൾ ഞാൻ നിങ്ങളോട് ക്രിസ്തുവിനെ നിങ്ങൾക്ക് ആഴമായി വെളിപ്പെടുത്തി തരുമ്പോൾ, ക്രിസ്തുവുമായി ഞാൻ നിങ്ങളെ വീണ്ടും അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാനല്ല, പിന്നെയോ സോ ദാറ്റ് നോ വൺ വിൽ ഡിസീവ് യു. നിങ്ങളെ ആരും ചതിക്കരുത്. എങ്ങനെ? അവരുടെ വെൽ ക്രാഫ്റ്റഡ് ആർഗ്യുമെന്റ്സിനാൽ. അത് നിങ്ങൾ സഭയെ മനസ്സിലാക്കുക. അപ്പോസ്തലൻ എപ്പഫ്രോസ് നിങ്ങളെ, അപ്പോസ്തലനായ പൗലോസ് ആണെങ്കിലും എപ്പഫ്രോസ് ആണെങ്കിലും വിവിധ ശുശ്രൂഷകരാണെങ്കിലും ക്രിസ്തുവിനെ ഒക്കെ തന്നു നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിനോട് ചേർന്നു നമ്മൾ എന്നൊക്കെ പറഞ്ഞ് അതങ്ങനെയല്ല. അത് മാത്രമല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പറഞ്ഞ് വളരെ മധുരമായി സംസാരിച്ച് ക്രിസ്തുവിനേക്കാൾ എന്തോ വലിയ ജ്ഞാനം പകരാൻ കഴിയുമെന്നുള്ള രീതിയിലേക്ക് ജ്ഞാനവാദം കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഓർത്തോണം, അതൊരു വശീകരണമാണ്. നിങ്ങൾ വഞ്ചിക്കപ്പെടുവാൻ പാടില്ല. അതുകൊണ്ടാണ് 2:3 പറയുന്നത്, ക്രിസ്തുവിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. കാരണം എന്തു വന്നു? സഭയിൽ ജ്ഞാനവാദം വന്നു. ഭയങ്കര ഹയർ സ്റ്റാൻഡേർഡിലുള്ള ടീച്ചിങ് കൊണ്ടുവരിക. അങ്ങനെയുണ്ട് ആൾക്കാര്. വളരെ വലിയ ഇനി ഭയങ്കര മർമ്മങ്ങൾ പ്രസ്താവിക്കുക. ഞങ്ങൾ സ്വപ്നങ്ങൾ കണ്ടു, ദർശനങ്ങൾ കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ കാര്യങ്ങൾ അവിടെ പ്രസ്താവിക്കുന്നു. പല കാര്യങ്ങൾ അങ്ങനെ വലിയ കേട്ടാൽ ഭയങ്കര ഉന്നതമെന്ന് തോന്നുന്ന ഫിലോസഫികൾ കൊണ്ടുവരിക. അങ്ങനെയാണല്ലോ നമ്മുടെ പല സഭകളിലും പലയിടത്തും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല പ്രാസംഗികരും എന്താ പറയണ്ടേ, വലിയ ഫിലോസഫി കൊണ്ട് പ്രസംഗത്തിൽ കയറ്റും. വലിയ ഫിലോസഫി, തത്വജ്ഞാനം. എന്തോ തത്വജ്ഞാനത്തിന്റെ പ്രത്യേകത? എക്സ്പ്ലെയിനിങ് ദ വേൾഡ് വിത്തൗട്ട് ഗോഡ്. വാട്ട് ഈസ് ഫിലോസഫി ചോദിച്ചാൽ ഭയങ്കര കാര്യങ്ങളൊക്കെയാ, തത്വങ്ങളൊക്കെയാ. പക്ഷെ എക്സ്പ്ലെയിനിങ് ദ വേൾഡ് വിത്തൗട്ട് ഗോഡ്. ദൈവത്തെ കൂടാതെ ലോകത്തെ വിശദീകരിക്കുക, ദൈവത്തെ കൂടാതെ പ്രകൃതിയെ വിശദീകരിക്കുക, ദൈവത്തെ കൂടാതെ മനുഷ്യനെ കുറിച്ച് പറയുക, ദൈവത്തെ കൂടാതെ ജീവിതത്തെ കുറിച്ച് പറയുക. അതാണ് ഫിലോസഫി. കേൾക്കുമ്പോൾ ഭയങ്കര നമ്മൾ ആകൃഷ്ടരായി പോവും. നമ്മള് എന്തെയോ പ്രസംഗം കേട്ടില്ലേ? ബൈബിളിൽ ഇപ്പം വായിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു, അവിടെ യേശു ക്രിസ്തു സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു, അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റു, അവനിലാണ് സർവ്വസമ്പൂർണ്ണയും വസിക്കുന്നത്. അതൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഈ പുള്ളി പ്രസംഗിക്കുന്ന കേട്ടോ, അയ്യോ എന്തൊരു വലിയ കാര്യമാ. പക്ഷെ ശ്രദ്ധിച്ചോണം, ദൈവത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ടാ സംസാരിക്കുന്നേ. അവൻ വലിയ തത്വങ്ങൾ പറയുന്നുണ്ട്. എങ്ങനത്തെ തത്വജ്ഞാനം. ആ പറയുന്ന പ്രിൻസിപ്പിൾസിനകത്ത് എന്തുണ്ട്?
ലോകത്തിന്റെ ഒരു ജ്ഞാനമുണ്ട്, പക്ഷെ തത്വമുണ്ട്, ജ്ഞാനവുമുണ്ട്. പക്ഷെ ആരില്ല? ദൈവമില്ല. എക്സ്പ്ലെയിനിങ് ദ വേൾഡ് വിത്തൗട്ട് ഗോഡ്, ദാറ്റ് ഈസ് ഫിലോസഫി. കേൾക്കുമ്പോൾ നല്ല രസമാ, പെട്ടെന്ന് നമ്മൾ ആകർഷണം. പ്രസംഗിക്കുന്ന ആളെ നമുക്ക് ജ്ഞാനിയായി തോന്നും. വചനം പ്രസംഗിക്കുന്നതിന് അത്ര ജ്ഞാനിയായിട്ട് തോന്നത്തില്ല. കാരണം അവരവരുടെ ജ്ഞാനമല്ല പ്രസംഗിക്കുന്നത്, വചനം പ്രസംഗിക്കുന്നതിന് ജ്ഞാനിയായി തോന്നാനും പാടില്ല. പ്രസംഗിക്കപ്പെടുന്ന ആളെ മാത്രമേ, വചനം പ്രസംഗിക്കുന്ന ആളെ ജ്ഞാനിയായി തോന്നാനും പാടില്ല. പിന്നെ ആരെ തോന്നണം? ആരെ കുറിച്ച് പ്രസംഗിക്കുന്ന അവനിലല്ലയോ സകല ജ്ഞാനവും പരിജ്ഞാനവും. നമ്മളിപ്പോ വായിച്ച ആ ഭാഗം 2:3, ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെ ക്രിസ്തുവിലാണ് നിഗൂഢമായി ഗുപ്തമായിരിക്കുന്നത്. യഥാർത്ഥമായ സത്യവചന പ്രഘോഷണമാണെങ്കിൽ പ്രസംഗിക്കുന്ന ആളിലേക്ക് ആരുടെയും ശ്രദ്ധ പോകത്തില്ല, മറിച്ച് ആരെ കുറിച്ച് പ്രസംഗിക്കുന്നു ആ ക്രിസ്തുവിലേക്ക് എല്ലാ കണ്ണുകളും പതിയും, എല്ലാ ഹൃദയങ്ങളും ഉടക്കും. അവന്റെ അതിശ്രേഷ്ഠതയിൽ ഹൃദയം ആനന്ദിക്കാൻ തുടങ്ങും. അതെ, തന്നെത്താൻ താഴ്ത്താനുള്ള പ്രേരണ ഉണ്ടാകും. ദൈവത്തിന് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള മനസ്സുണ്ടാവും. വലിയ ഇഷ്ടങ്ങളോടെ, വലിയ താല്പര്യത്തോടെ, വലിയ പദ്ധതി തയ്യാറാക്കി വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നവർ അതിനേക്കാൾ സ്ഥലത്തിലും വലുതായവനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്റെ പദ്ധതികളും തന്റെ ജീവിതവും അവന്റെ പദ്ധതിയുടെ മുമ്പിൽ ഏതുമില്ലെന്നെണ്ണും. അതാണ് സത്യവചന പ്രഘോഷണം. അവിടെ തത്വവും ജ്ഞാനവും അല്ല, പിന്നെയോ അവിടെ തത്വത്തിന്റെ മുദ്രയായ, ദൈവത്തിന്റെ എക്സാക്ട് റെപ്രസെന്റേഷനായ, അവന്റെ ക്യാരക്ടറായ, അവന്റെ അന്തസത്ത വസിക്കുന്ന, അവന്റെ സർവ്വസമ്പൂർണ്ണ ദേഹരൂപമായി വസിക്കുന്ന ക്രിസ്തുയേശുവിനെ വെളിപ്പെടുത്തുമ്പോൾ അവിടെ വെളിപ്പെടുന്നത് എന്തെന്ന് ചോദിച്ചാൽ അവന്റെ മഹത്വവും അത് കേൾക്കുന്നവർ തന്നെത്താൻ അവന്റെ മഹത്വത്തിന് വിധേയപ്പെടുത്തി കൊടുക്കുന്നു. എന്റെ ഇഷ്ടം ദൈവം സാധിപ്പിക്കണം എന്ന് പറഞ്ഞായിരിക്കും ഞാൻ വചനത്തിന് മുമ്പിൽ വരുന്നത്. എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞായിരിക്കും ഞാൻ വചനകേൾവിയുടെ മുമ്പിൽ വരുന്നത്. എന്നെ കൊണ്ട് ഇനി വലിയ ദൈവത്തെ ഇങ്ങനെ സേവിക്കാൻ എനിക്ക് ഇതിനുള്ള ത്രാണിയില്ലെന്ന് പറഞ്ഞായിരിക്കും ഞാൻ വരുന്നത്. എന്റെ വിഷയങ്ങൾക്ക് വ്യക്തതയില്ലെന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. പക്ഷെ ദൈവം ഞാൻ കേട്ടു തുടങ്ങുമ്പോൾ, എന്റെ ശ്രദ്ധ ക്രിസ്തുവിലേക്ക് പതിയുമ്പോൾ, അവന്റെ മഹത്വത്തെ കുറിച്ച് കേൾക്കുമ്പോൾ, അവന്റെ ശബ്ദം ഞാൻ കേൾക്കുമ്പോൾ, എന്റെ ജീവിതത്തിന്റെ വ്യക്തതയും എന്റെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശവും, ഞാൻ അനാഥയല്ല, ഞാൻ ഏകയല്ല, എന്നെ താങ്ങുന്ന ശാശ്വത ഭുജങ്ങളുണ്ടെന്നും എന്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് അത് നാളത്തെ നന്മയ്ക്കാണെന്നും ദോഷമായി എന്റെ ദൈവം ഒന്നും ചെയ്യത്തില്ലെന്നും ഈ ജീവിതം എനിക്ക് ധൈര്യസമേതം അവന്റെ മേൽ എറിഞ്ഞു കൊടുക്കാമെന്നുള്ള സമർപ്പണത്തിലേക്ക് എന്നെ നയിക്കുന്നതാണ് സത്യവചന പ്രഘോഷം. അവിടെ മനുഷ്യന്റെ ജ്ഞാനമെല്ലാം മങ്ങി മറയും. ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അവിടെ തെളിഞ്ഞു വരും. മൂടാപ്പായി കിടന്നത്, വ്യക്തതയില്ലാതായി കിടന്നത്, നമുക്ക് ചിലപ്പോൾ ചില സമയങ്ങളിൽ ഒരു ഗ്രിപ്പ് കിട്ടാത്തത്, നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ഇച്ചിരി മസ്തിൽ പിടിക്കുന്ന സമയത്ത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഈ ജീവിതം എപ്പോഴും ദൈവം വിട്ടുകൊടുക്ക് സമർപ്പിക്കെന്ന് പറയുമ്പോൾ അങ്ങനെ സമർപ്പിച്ചാൽ പിന്നെ എന്താകുമെന്നൊക്കെ നമ്മൾ ഇച്ചിരി പിടിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കൺട്രോൾ വിട്ടുകൊണ്ട്, സകല നിയന്ത്രണവും വിട്ടുകൊണ്ട് കർത്താവിന്റെ കരത്തിലേക്ക് സമ്പൂർണമായി നമ്മളെ സമർപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനമാണ് ദൈവത്തിന്റെ വചനം. അങ്ങനെ സമർപ്പിക്കപ്പെട്ട കൊലോസ്യ വിശ്വാസികളുടെ നടുവിലേക്ക് ആരെഴുന്നേൽക്കുകയാണ്? ആ ദൈവിക ജ്ഞാനത്തിൽ വളർന്നു വരാൻ ഒരുങ്ങുന്ന കൊലോസ്യരുടെ ഇടയിലേക്ക് മനുഷ്യന്റെ ജ്ഞാനം തിരികെ കയറ്റി അത് ക്രിസ്തുവിനേക്കാൾ ശ്രേഷ്ഠമാണ്, ഇതും കൂടെ ചേരുന്നതാണ് ക്രിസ്തീയ സഭ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ തത്വജ്ഞാനം വെറും വഞ്ചനയാണെന്ന് ആര് പഠിപ്പിക്കുക? അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുക. അത് വെറും വശീകരണമാണ്. അതിനകത്ത് ആരില്ല? ദൈവമില്ല, ക്രിസ്തുവില്ല. ക്രിസ്തുവിനെ മൂടിക്കളയുന്നു. കേൾക്കുമ്പോൾ ഇമ്പം, ഭയങ്കരമായ ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ വാട്ട് ഈസ് ഫിലോസഫി? ഫിലോസഫി ഈസ് എക്സ്പ്ലെയിനിങ് ദ വേൾഡ് വിത്തൗട്ട് ഗോഡ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിനിങ് ദ മാൻസ് ലൈഫ്, ഹ്യൂമൻ ലൈഫ് വിത്തൗട്ട് ഗോഡ്, എക്സ്പ്ലെയിനിങ് ദ നേച്ചർ വിത്തൗട്ട് ദ ക്രിയേറ്റർ. ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? പല ആൾക്കാരെ പ്രകൃതിയെ ഘോരം വർണ്ണിക്കും, പക്ഷെ സൃഷ്ടാവിനെ വർണ്ണിക്കത്തില്ല. മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് ആഴമായി സംസാരിക്കും, പക്ഷെ അവന്റെ സൃഷ്ടാവാം ദൈവത്തിന് അവനെ കുറിച്ചുള്ള ഉദ്ദേശം തൊട്ട് വേണ്ടിയിട്ടില്ല, ഒരു വാക്ക് പറയത്തില്ല. ജ്ഞാനത്തെ കുറിച്ച് പറയും, പക്ഷെ ക്രിസ്തുവാകുന്ന ദൈവത്തിന്റെ ജ്ഞാനവും പരിജ്ഞാനത്തിന് ഗുപ്തനിധികൾ വസിക്കുന്ന ക്രിസ്തു എന്ന ദൈവിക മർമ്മത്തെ കുറിച്ച് സഭ തീരുമാനിക്കണം. സഭ വശീകരണ വാക്കുകളാൽ വഞ്ചിക്കപ്പെടാതെ ജീവിക്കണോ, അതോ തത്വജ്ഞാനം കൊണ്ട് വഞ്ചിക്കപ്പെടണോ? വിഷയങ്ങളുടെ ആസക്തിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നമുക്കിപ്പോൾ നമ്മൾ ഏറ്റവും അധികം അത്യാവശ്യമായി നേരിടുന്ന വിഷയങ്ങളുടെ
വിഷയങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് അതിൽ നമ്മളെ മോഹിപ്പിച്ച് ആക്കാൻ നമ്മളെ വിട്ടുകൊടുക്കണോ നമ്മൾ തീരുമാനിക്കണം. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ നിങ്ങൾ വിഷയാസക്തിയുള്ളവരാകരുത്. അല്ലെങ്കിൽ അഭക്തൻ, ദൈവഭയമില്ലാതെ തന്റെ വിഷയത്തെ കുറിച്ച് മാത്രം ചിന്തിച്ച മനുഷ്യനെ പോലെ നിങ്ങൾ ഒരിക്കലും ആകരുത്. നമ്മളിൽ ആർക്കാ നമ്മുടെ വിഷയങ്ങളിൽ തിടുക്കമില്ലാത്ത? നമ്മളിൽ ആർക്കാ അത്യാവശ്യങ്ങളില്ലാത്ത? നമ്മളിൽ ആർക്കാ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പൊ നിങ്ങളോട് ദൈവം എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ദൈവ വിഷയത്തിന് ഉത്തരം വരില്ലേ എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മൾ. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി വളരെ വാഞ്ചയോടെ കാത്തിരിക്കുന്നവരായിരിക്കും ഞാനും നിങ്ങളും. ആ ദൈവികമായ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് അത്യാവശ്യമാണ്. കർത്താവേ, എനിക്ക് കാലുകളെ മുൻപോട്ട് വെക്കണം, എനിക്ക് നേരോടെ നിൽക്കണം, ഞങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്, ഞങ്ങൾക്കത് വേണമെന്ന് നിനക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. അങ്ങനെയൊക്കെ ആവശ്യങ്ങളിൽ കടന്നു പോകുന്ന നമ്മൾ, പക്ഷെ അതിനേക്കാളും വലിയ ആവശ്യമാണ് ക്രിസ്തുവിനോട് പറ്റിച്ചേരുക എന്നുള്ളത്. നമ്മുടെ ആവശ്യങ്ങളുടെ സാക്ഷാത്കാരത്തെക്കാൾ വലിയൊരു ആവശ്യമാണ്, നമ്മുടെ അത്യാവശ്യങ്ങളുടെ പൂർത്തീകരണത്തെക്കാൾ വലിയൊരു അത്യാവശ്യമാണ് വീണ്ടെടുക്കുവാനും രക്ഷകനുമായ നമ്മുടെ ക്രിസ്തുവുമായി അറ്റാച്ച്ഡായി ആ സ്നേഹത്തിൽ ബന്ധിതരായിരിക്കുക. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നാം ഭയപ്പെടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. നമ്മുടെ വിഷയങ്ങൾക്ക് അല്പം താമസം സംഭവിച്ചാലും അല്പം കൂടെ അതിനുവേണ്ടി കാത്തിരിക്കേണ്ട വന്നാലും ഇതൊന്നും നമ്മുടെ ജീവിതത്തെ ബാധിക്കത്തില്ല. ജീവിതത്തെ എപ്പോഴാ ബാധിക്കും ചോദിച്ചാൽ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്ന് വിള്ളലുണ്ടാവുമ്പോൾ, അകലുമ്പോൾ, ആ ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രൈസ്റ്റ് ഫോക്കസ്ഡ് ആയ ലൈഫിൽ നിന്ന് മാറ്റം വരുമ്പോഴാണ് ഭയക്കേണ്ടത്. അതാണ് അപായ സൂചന. അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ തന്നെ എന്ന് പറയട്ടെ, ശിരച്ഛേദം ചെയ്യാൻ വരുന്ന ആ കൽപ്പനയെക്കാളും ആ തീയതിയെക്കാളും തനിക്ക് അതല്ല ഭയം. അത് തന്നെ ഏറ്റവും കൂടുതൽ താൻ ചിന്തിച്ചതിനെ കുറിച്ചാ. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന് വേർപെട്ട് ദൈവത്തിന് ജീവിതം സമർപ്പിച്ച കൊലോസിയിലെ ദൈവമക്കൾ ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യുന്ന ഏതെങ്കിലും ഉപദേശത്തിൽ പെട്ടുപോകുമോ എന്നുള്ള ഭയത്താലും ഭാരത്താലും താൻ പോരാടിക്കൊണ്ട് പ്രാർത്ഥിച്ച് അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന കത്താണ് കൊലോസ്യർക്ക് എഴുതുന്നത്. അതാണ് നമ്മൾ തുടക്കത്തിൽ ചിന്തിച്ചത്. നിങ്ങൾക്കും, 2-ന്റെ ആദ്യം, നിങ്ങൾക്കും ലൗകികയിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണതയുടെ സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എന്റെ കാരാഗ്രഹവാസത്തിൽ നിന്ന് ഞാൻ മോചിതനാകാൻ ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്നല്ല അപ്പോസ്തലൻ പറഞ്ഞത്. പിന്നെയോ സ്വാതന്ത്ര്യം പ്രാപിച്ച നിങ്ങൾ വീണ്ടും കാരാഗ്രഹത്തിലേക്ക് പോകാതിരിക്കാൻ. ഏത് കാരാഗ്രഹം? അതെ, ന്യായപ്രമാണം എന്ന അടിമത്തത്തിലേക്ക്, ജ്ഞാനവാദം എന്ന അടിമത്തത്തിലേക്ക്, അതെ, ദൂതന്മാരെ ആരാധിക്കുക എന്നുള്ള അടിമത്തത്തിലേക്ക്, യഹൂദ മതപാരമ്പര്യങ്ങളുടെ ആചാരം എന്ന അടിമത്തത്തിലേക്ക്. അതാണ് യഥാർത്ഥ കാരാഗ്രഹം, അതാണ് യഥാർത്ഥ മുഖം. അതിലേക്ക് ഈ സ്വാതന്ത്ര്യം പ്രാപിച്ച നിങ്ങൾ പോകാതിരിക്കാൻ കാരാഗ്രഹത്തിൽ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ഞാൻ അപ്പോസ്തലനായി ഞാൻ നിങ്ങൾക്ക് കത്തെഴുതുന്നു. അപ്പോസ്തലൻ അറിയാം, ഈ കാരാഗ്രഹവാസം എന്റെ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന് ഒരു കോട്ടവും വരുത്തിയിട്ടില്ല. നിങ്ങൾ ഭവനങ്ങളിലായിരിക്കും പാർക്കുന്നത്, നിങ്ങൾ ആലയത്തിലായിരിക്കും എനിക്ക് കൂടി വരുവാൻ ഇപ്പം കഴിയത്തില്ല, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു, ഞാനിപ്പോൾ അതെ കാരാഗ്രഹത്തിലേക്ക് വന്നിരിക്കുന്നു, വീട്ടു തടങ്കലിലും കാരാഗ്രഹത്തിലും ഒക്കെ ഞാൻ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളുടെ കൈകൾ ബന്ധിക്കപ്പെട്ടില്ലാത്തത് കൊണ്ട്, കാലുകൾ ബന്ധിക്കപ്പെട്ടില്ല എന്നോർത്ത്, നിങ്ങൾക്കൊക്കെ നടന്നുപോയി ആലയത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ കഴിവുള്ളത് കൊണ്ട്, വീട്ടിൽ കൂട്ടായ്മ നടത്താൻ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് നിങ്ങൾ സ്വതന്ത്രരാണെന്ന് അഭിമാനിക്കരുത്. നിങ്ങളുടെ സ്വാതന്ത്ര്യം അതിലല്ല ഇരിക്കുന്നത്. പിന്നെയോ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ക്രിസ്തുവിൽ എത്രത്തോളം നിങ്ങൾ അറ്റാച്ച്ഡ് ആണോ, എത്രത്തോളം തത്വജ്ഞാനത്തെ, ലോകത്തിന്റെ ആദ്യ പാഠങ്ങളെ, ന്യായപ്രമാണത്തിന്റെ എല്ലാ അതെ വിധികളെ നിങ്ങൾ ചേർത്തുന്നത് കൊണ്ട് ക്രിസ്തുവിൽ എത്രത്തോളം ആനന്ദിക്കുന്നു, അത്രത്തോളം നിങ്ങളുടെ സ്വാതന്ത്ര്യവും വലുതായിരിക്കും. അല്ലാതെ തുറന്ന ഒരാലയത്തിൽ കൂടി വന്ന് പാടിയത് കൊണ്ട് അവരെല്ലാം സ്വതന്ത്രരാണെന്ന് അർത്ഥമില്ല. കാരണം തുറന്ന ആലയത്തിൽ 2 കൈകളും വീശി അടിക്കുമ്പോഴും ഉയർത്തുമ്പോഴും അടിമത്തത്തിൽ ഇന്ന് അനേക ആത്മീയർ വീണുകൊണ്ടിരിക്കുക. കാരണം അവർ വിശ്വസിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, അവർ ഇപ്പോഴും ചിന്തിക്കുന്നത് ഈ ഭൂമിയിൽ ദൈവം വരെ മാനിച്ചില്ലെങ്കിൽ ഈ ജീവിതം ധന്യമല്ലെന്നും, ഞങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവം അക്കവിട്ട് മറുപടി നൽകുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ആത്മീയതയ്ക്ക് ക്ഷയം സംഭവിച്ചു ചിന്തിച്ചുകൊണ്ട് ന്യായപ്രമാണത്തിന് മുഖത്തിൽ അടിമപ്പെട്ട് തത്വജ്ഞാനങ്ങളാൽ വശീകരിക്കപ്പെട്ട് ഭൗതികവാദികൾ അകത്ത് കടന്ന് ആ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മെസ്സേജുകൾ കൊടുത്ത് കൊഴുപ്പിച്ചവരെ വശീകരിക്കുമ്പോഴും അവരാഞ്ഞ് കൈയടിക്കുന്നുണ്ട്, കാലുകൾ നൃത്തം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് സ്വാതന്ത്ര്യത്തിന്റെ ലക്ഷണമല്ല, അത് അടിമത്തത്തിന്റെ ലക്ഷണമാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ
കൈകൾ ബലഹീനമായിരിക്കാം, കാലുകൾ ബലഹീനമായിരിക്കാം, മനസ്സ് ബലഹീനമായിരിക്കാം, ജീവിതത്തിൽ പലതിനും മറുപടി കിട്ടിക്കാണത്തില്ല. പക്ഷെ ക്രിസ്തുവേശുവിന്റെ ഔന്നത്യത്തിൽ ആസ്വദിക്കുന്ന, ആനന്ദിക്കുന്ന, പ്രശംസിക്കുന്ന, സ്വയം പ്രശംസകളെല്ലാം തകർത്തുകൊണ്ട് ക്രിസ്തുവേശുവിൽ മാത്രം പ്രശംസിച്ച് സ്വയം ഇഷ്ടങ്ങളെ തകർത്തുകൊണ്ട് ക്രിസ്തുവിന്റെ ഇഷ്ടം മതി, യേശുവിന്റെ കർത്താവായി വാണാൽ മതി എന്ന് പറയുന്നവൻ അന്ന് അവനെ നൃത്തം ചെയ്യാൻ കാലുകൾക്ക് ബലമില്ലെങ്കിൽ അവനാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമുള്ളത്. അപ്പോസ്തലൻ കാലുകൾ ചെങ്ങലയിൽ ബന്ധിക്കപ്പെട്ടേക്കാം, പക്ഷെ അപ്പോസ്തലൻ അറിയാം, എന്റെ സ്വാതന്ത്ര്യത്തെ ബന്ധിപ്പാൻ ഒരു കൈസർക്കും കഴിയത്തില്ല. കാരണം ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം കാലുകളിലല്ല, അതെന്റെ അകത്ത് നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. എന്റെ അകത്ത് ക്രിസ്തു വസിക്കുന്നിടത്തോളം കാലം ഒരു കൈസർക്കും, ഒരു ചക്രവർത്തിക്കും, ഒരു നീറോയ്ക്കും, ഒരു വ്യക്തിക്കും എന്റെ സ്വാതന്ത്ര്യത്തെ. അപ്പോൾ അപ്പോസ്തലന് മനസ്സിലായി, കാരാഗ്രഹവാസമല്ല അടിമത്തം, മറിച്ച് വീട്ടിൽ താമസിച്ചുകൊണ്ട്, വീടുകളിൽ കൂടി വന്നുകൊണ്ട് സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്ന കൊലോസ്യ സഭയിലേക്ക് അതേ ദുരുപദേഷ്ടക്കന്മാർ കയറി അതേ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തെ ഉറ്റുനോക്കി അതിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന കാരാഗ്രഹവാസിയായ അപ്പോസ്തലന് മനസ്സിലായി, ഇപ്പോൾ എന്റെ തൂലിക ചലിച്ചേ പറ്റൂ, എനിക്ക് പ്രാർത്ഥനയിൽ പോരാടിയേ പറ്റൂ. അവരെ എനിക്ക് അഭിമുഖമായി അറിയത്തില്ല, പക്ഷെ ആത്മാവിൽ എനിക്ക് അവരെ അറിയാം. എപ്പഫ്രോസിലൂടെ അതേ വാർത്തെടുക്കപ്പെട്ട സഭയാണ്. ഇവിടെ ഞാൻ എഴുന്നേറ്റേ പറ്റൂ. എന്റെ പരിമിതികൾ, ശരീരത്തിന്റെ പരിമിതികളുടെ നടുവിലും ആത്മാവിൽ സ്വാതന്ത്ര്യമുള്ളവൻ, ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമുള്ളവൻ, ക്രിസ്തുവിന്റെ ഔന്നത്യത്തിൽ ആനന്ദിച്ച ആശ്രയിച്ച മനുഷ്യൻ തന്റെ തൂലിക ചലിപ്പിച്ചുകൊണ്ട് കൊലോസ്യ സഭയെ ദാസ്ഥാനപ്പെടുത്തി. ഇന്ന് രാത്രി ദൈവനെ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഞാൻ യഥാർത്ഥമായി ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തിയാണോ? ആരെങ്കിലും തങ്ങളുടെ വശീകരണ വാക്കുകളാൽ എന്നെ വഞ്ചിക്കാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിയാണോ? അപ്പോസ്തലൻ പറയാണ്, നിങ്ങളോട് എന്ത് പറഞ്ഞതെന്ന് ജ്ഞാനം പറഞ്ഞല്ലേ, നിങ്ങളോട് ഹൈ സൗണ്ടിങ് ആയിട്ടുള്ള ഹൈലി അതെ ഭയങ്കര ഉയർത്തപ്പെടുന്നതായ ഉന്നതമായ ജ്ഞാനം പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വരികയാണോ? നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം, എവിടെ ജ്ഞാനം ഇരിക്കുന്നറിയാമോ? ക്രിസ്തുവിൽ 2:3 ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഉത്തമായി. In Christ lie hidden all the treasures of wisdom and knowledge. 2:2 ഇങ്ങനെ പറയുന്നു, ക്രിസ്തു എന്ന ദൈവിക മർമ്മം, ആ ദൈവിക മർമ്മത്തിന് ക്രിസ്തുവിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കണം. ക്രിസ്തുവിനെ പ്രാപിച്ചു. Christ is God's mysterious plan. ദൈവത്തിന്റെ നമ്മൾ ചിന്തിച്ചു, ഹിഡൻ ആയിരുന്ന ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല, ഫുൾ സ്റ്റോപ്പ് അല്ല. എന്നാൽ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തി. അതായത് ദൈവത്തിന്റെ ഹിഡൻ പ്ലാൻ, മിസ്റ്റീരിയസ് പ്ലാൻ. ആരും ചോദിച്ചത് ക്രൈസ്റ്റാ. അത് ദൈവം മുന്നമേ ഒരുക്കിയിരുന്നു. അത് കട്ടനിട്ട് മറച്ചിരുന്നു. ഒരു കണ്ണിനും കാണുന്നില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ലെന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്തുവിന് ഒത്തിരി ദൂരെ പോകും. നമ്മൾ എവിടോട്ട് പോകും? ഇത്രയും നാളും പ്രാർത്ഥിച്ചോ, ദൈവം തരാൻ പോകുന്ന തലമുറ ആർക്കും ദൈവം തരാൻ പോകുന്ന എല്ലാ കാര്യത്തിനും അതിന്റെ ശ്രേഷ്ഠതയുണ്ട്, അതിന് ഒരു സംശയവും ഇല്ല. ദൈവം കാത്തിരിക്കും തന്റെ കുഞ്ഞുങ്ങൾക്ക്, പ്രാർത്ഥിക്കും തന്റെ കുഞ്ഞുങ്ങൾക്ക് തരുന്ന വീടായാലും ജീവിതത്തിലെ സന്തോഷമായാലും എന്തായാലും അതിന് ദൈവം തരാതെ നടത്തിയാലും തന്നു നടത്തിയാലും ദൈവം നടത്തിയ എല്ലാ വഴികൾക്കും തന്നെ സ്നേഹിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ അതിൻ്റെതായ ദൈവം അതിന്റെ മഹത്വമുണ്ട്. പക്ഷേ കുരുതലേന്തി പറയുന്ന വാക്യം അതല്ല. ഏതാ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ എന്ന് പറയുന്ന ആരെ കുറിച്ചാ ഇവിടെ പറയുന്ന കാര്യമാണ്. അവൻ ക്രിസ്തു എന്ന ദൈവിക മർമ്മത്തിന്റെ അതായത് ദൈവത്തിന്റെ മിസ്റ്റീരിയസ് പ്ലാൻ ആരും ചോദിച്ചത് ക്രൈസ്റ്റ് ആണ്. ആ ക്രിസ്തുവിൽ എന്ത് അടങ്ങിയിരിക്കുകയാണ്? ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപം. എന്നിട്ടാണോ നിങ്ങള് മറ്റെവിടെയൊക്കെയോ പോന്നെ? ആരെങ്കിലും പറയുന്ന 2 തത്വജ്ഞാനം കേട്ടിട്ട് ഫിലോസഫി കേട്ടിട്ട് വായും പഠിച്ചിരിക്കുവാണോ? അയ്യോ, ഞങ്ങളുടെ പറഞ്ഞിട്ടില്ല, എന്ത് വലിയ കാര്യം പുള്ളി പറയുന്നേ.
അതിന്റെ അർത്ഥം എന്നാ അറിയോ? വശീകരിച്ചു. ആരും നിങ്ങളെ വശീകരിക്കുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ആരെങ്കിലും പറയുന്ന ഫിലോസഫി കേട്ടിട്ട് ദൈവത്തെ കൂടാതെ മനുഷ്യനെ, ലോകത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വാക്ക് കേട്ടിട്ട് വായും പൊളിച്ചിരിക്കാനുള്ള അതിന്റെ അർത്ഥം നിങ്ങളല്ല അട്രാക്റ്റഡ് ആയി അവർക്ക് നിങ്ങളെ വശീകരിക്കാൻ കഴിയും. അതിവിടെ സംഭവിക്കുക കൊലോസ്യ സഭയില്. അപ്പോഴത്തേക്ക് എല്ലാം പറഞ്ഞോ, ദൈവത്തിന്റെ മിസ്റ്റീരിയസ് ഹിഡൻ പ്ലാൻ ആണ് ക്രിസ്തു. ക്രിസ്തുവിലാണ് ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും വസിക്കുന്നത്. ക്രിസ്തുവിലാണ് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിനെയും. ഇപ്പം ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആകെ ബോറ ആൾക്കാർക്ക്. പക്ഷെ ഫിലോസഫി കേൾക്കുമ്പോൾ ഭയങ്കര ഉത്സാഹമാണ്. അതിന്റെ അർത്ഥം സഭ വശീകരിക്കപ്പെട്ടു, സഭ വഞ്ചിക്കപ്പെടുന്നു. ഇന്ന് രാത്രി പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, നമ്മുടെ സഭയിൽ വന്ന ആര് വലിയ തത്വജ്ഞാനം പറഞ്ഞാലും ചെലവാകാത്ത സഭയായതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കറിയാല്ലേ, വലിയ കാര്യത്തോടെ ആൾക്കാർ ഫിലോസഫിക്ക് അടിച്ചുവിടും. പക്ഷെ അടിച്ചുവിടുന്ന പോലെ തന്നെ അത് ആരും സ്വീകരിക്കത്തില്ല. കാരണം നമ്മുടെ സഭയിൽ തത്വജ്ഞാനം ചെലവാകത്തില്ല. നമ്മുടെ സഭയിൽ ഒറ്റ കാര്യത്തിന് മാത്രമേ അക്സെപ്റ്റൻസ് ഉള്ളൂ, ക്രിസ്തുവിനും ദൈവത്തിന്റെ മർമ്മമായ ക്രിസ്തുവിനും. ക്രിസ്തുവിൽ നിക്ഷിപ്തമായിരിക്കുന്ന നിഗൂഢമായ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വചനങ്ങൾ വെളിപ്പെടുമ്പോൾ നമുക്ക് ആരും പറയേണ്ട, സ്തോത്രം ചെയ്ത് സ്തുതിക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളം തുടിക്കും. കാരണം പ്രസംഗിക്കുന്ന ആളെ നോക്കിയിട്ടല്ല, പ്രസംഗിക്കപ്പെടുന്നവന്റെ സൽഗുണങ്ങൾ കേൾക്കുമ്പോൾ അറിയാതെ ഉള്ളം തുടിക്കും. നമ്മുടെ സഭ ഹെൽത്തി ആണെന്ന് പരീക്ഷിപ്പാൻ ഒരു മാർഗം അത്. ആരോഗ്യമുള്ള സഭയാണെങ്കിൽ ആ സഭ തത്വജ്ഞാനം നിരാകരിക്കും, ക്രിസ്തുവിനെ സ്വീകരിക്കും. ലോകത്തിന്റെ ജ്ഞാനത്തിന് വില കൊടുക്കത്തില്ല, ദൈവത്തിന്റെ ജ്ഞാനത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. ആരോഗ്യമുള്ള സഭയുടെ ലക്ഷണമാണ്. വിഷയാസക്തിയിലേക്ക് നയിക്കാൻ പോകുന്ന ഭൗതിക വാദങ്ങളെ ചെറുക്കും. പിന്നെയോ അതിന്റെ നടുവിൽ പുലർത്താൻ കഴിവുള്ള ദൈവത്തിന്റെ വല്ലഭത്വത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആത്മീകമായി ജീവിക്കാൻ ആഗ്രഹിക്കും. ആരോഗ്യമുള്ള സഭയുടെ ലക്ഷണമാണ്. ഇങ്ങനെയുള്ള സഭ വാർത്തെടുക്കപ്പെടാൻ വേണ്ടിയാണ് അപ്പോസ്തലനായ പൗലോസ് പോരാട്ടം കഴിച്ചത്. അപ്പൊ ഒന്ന്, no one will, so that no one will deceive you, അല്ലെങ്കിൽ don't let anyone deceive you. നിങ്ങളെ ആരും വഞ്ചിക്കാൻ നിങ്ങൾ സമ്മതിച്ച് കൊടുക്കരുത്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സില്ലി ആയിട്ടാണ് വിചാരിക്കുന്നത്. നമ്മുടെ വിചാരം ഞങ്ങളെ വശീകരിക്കാനോ നടക്കത്തില്ല. നമ്മളെക്കാൾ സ്ട്രോങ് ആയ ആൾക്കാരാണ് കൊലൂസിലെ ഭയങ്കര ക്രിസ്തുവിൽ വേരുറക്കാൻ അതെ അത്ര ശക്തരായ ദൈവമക്കളായിരുന്നു. പക്ഷെ അപ്പോസ്തലൻ അവരെ ഉറപ്പിക്കുക, മുന്നറിയിപ്പ് കൊടുക്കുക. 5-ാം വാക്യം, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസ സ്ഥിരതയും കണ്ട് സന്തോഷിക്കും. പറയുന്ന എന്റെ സന്തോഷം പറയുകയാണ്, ഞാൻ ശാരീരികമായി അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ഇപ്രകാരം നിങ്ങളുടെ ചിട്ടയായ ജീവിതവും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് ഞാൻ ആനന്ദിക്കും. അടുത്ത 6-ാം വാക്യം, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കും. ഈ വാക്യം 6-7 നമ്മുടെ സഭയിൽ പാസ്റ്റും നമ്മുടെ കോട്ടേജ് മീറ്റിംഗില് റോഡിന്റെ ഭാഗത്തിൽ വെച്ച കോട്ടേജ് മീറ്റിംഗില് കൊച്ചും പാസ്റ്റർ ഒരുപോലെ പ്രസംഗിച്ച വചനമാണിത്. 2-6 ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കും. അവനിൽ വേരൂന്നി ആത്മീയോധന പ്രാപിച്ചു നിങ്ങൾക്ക് ഉപദേശിച്ചതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഭാഗങ്ങൾ വ്യക്തമാണ്. എന്തെന്ന് ചോദിച്ചാൽ ഈ 6 തൊട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ ഫ്രീഡം ഫ്രം റൂൾസ് ആൻഡ് ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. റൂൾസ്, നിയമങ്ങളിൽ നിന്ന്, ചട്ടങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അത് ക്രിസ്തുവിന് മാത്രമേ തരാൻ കഴിയൂ. ക്രിസ്തുവിലുള്ള പുതിയ ജീവിതം, ഇതിനു വേണ്ടി അവരെ ആഹ്വാനം ചെയ്യുക. ആകയാൽ, and now just as you accepted Christ Jesus as your Lord. അത് വളരെ ശക്തമായ കോട്ടയത്ത് പ്രസംഗിക്കപ്പെട്ടൊരു വേദഭാഗമാണ്. ഒത്തിരി സന്തോഷത്തിലല്ല,
നമുക്ക് ഒത്തിരി ബ്ലസ്ഡ് ആയ ഒരു മെസ്സേജാണ്. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ ഇവിടെ പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ക്രിസ്തുയേശുവിനെ നിങ്ങൾ കർത്താവായി സ്വീകരിച്ചിരിക്കുന്നതിനാൽ. പൗലോസ്യരെ, നിങ്ങൾക്ക് ക്രിസ്തുയേശു ആരാ? നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരം ഇനി അവരിലേക്ക് തിരിയുക. തിരിഞ്ഞിട്ട് അവരോട് പറയുക, എനിക്ക് നിങ്ങളും കർത്താവും തമ്മിൽ. ഇതുവരെ സഭയുടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി, അവന്റെ ഔന്നത്യത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് അതിന്റെ ശക്തമായ ഒരു വലിയ മെസ്സേജ്, മാർമികമായ സത്യാപ്പോസ്തലൻ വെളിപ്പെടുത്തിയിട്ട് കൊലോസിയോട് പറയുക, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ ഉന്നതനായ അത്യുന്നതനായ സകലത്തിനും കാരണഭൂതനായ സകലത്തിനും മുഖാന്തരം സകല അവനായിട്ടുമുള്ള ഈ ക്രിസ്തുവിനെ നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങൾ വ്യക്തിപരമായി നിങ്ങളുടെ കർത്താവായി സ്വീകരിച്ചതാണ്. നിങ്ങൾക്കൊരു കവനന്റ് ഉണ്ട്. You made a covenant with Christ Jesus. And what is that covenant? You accepted Christ Jesus as your Lord. അത്യുന്നതനായ മഹിമാപൂർണനായ, അതെ, സർവശക്തനായ, സകലത്തിനും അതെ ആധാരമായിരിക്കുന്ന, സകലത്തെ നിലനിർത്തുന്നതായ ആ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഓരോരുത്തരും ഒരു ഉടമ്പടി ചെയ്തു. എന്താണ് നിങ്ങളുടെ കവനന്റ്? ഐ റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആസ് മൈ ലോർഡ്. അങ്ങനാണെങ്കിൽ let me tell you your responsibility. അങ്ങനെ സ്വീകരിച്ചതിനോട് പറയുകയാണ്, നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ കർത്താവായി അക്സെപ്റ്റ് ചെയ്തെങ്കിൽ അവന്റെ കൂട്ടായ്മയിൽ നടന്നേ പറ്റും. അല്ല പിന്നെ നിങ്ങളത് ഉടമ്പടിക്ക് ഒപ്പുവെക്കാൻ പാടില്ല. അപ്പോഴാണ് അവിടുത്തെ നിർബന്ധം കേട്ടോണേ, മാൻഡേറ്ററി ആയിട്ടാ പറയുന്നേ. Just as you accepted Christ Jesus as your Lord, you must continue to follow him. You must. ഉടമ്പടി ചെയ്തവർക്ക് ഓപ്ഷൻ ഇല്ല കേട്ടോ. ആരും നിങ്ങളെ നിർബന്ധിച്ചതല്ല. യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നിങ്ങൾക്ക് സ്വർഗസ്നായ പിതാവിന്റെ വെളിപ്പാട് ലഭിച്ച് ആ വചനം നിങ്ങൾക്ക് വിശ്വാസമായി ഉള്ളിൽ നിങ്ങൾ സ്വീകരിച്ചപ്പോൾ നിങ്ങൾ ആരെ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു. കർത്താവായി സ്വീകരിച്ചിട്ട് നിങ്ങളുടെ വഴിയെ നടക്കാൻ നിങ്ങൾക്ക് പെർമിഷൻ ഇല്ല. ബിക്കോസ് യു അക്സെപ്റ്റഡ്. ദൈവം നിങ്ങളെ കൂടി നിർബന്ധിപ്പിച്ച് സ്വീകരിപ്പിച്ചതല്ല. നിങ്ങൾ മനസ്സോടെ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു. ഇപ്പൊ മനസ്സില്ലേ കൂട്ടായ്മ നടക്കാൻ? ഇപ്പൊ മനസ്സില്ലേ അവനെ ഫോളോ ചെയ്യാൻ? നിങ്ങളെ ആരെ ഇൻസിസ്റ്റ് ചെയ്തേ? നിങ്ങൾ ആരുടെ നിർബന്ധത്താലാ യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ചേ? Is somebody insisted for that? അതോ നിങ്ങൾ നിങ്ങളുടെ മനസ്സോടെ സമർപ്പിച്ചതാണോ? ഇന്നു മുതൽ യേശു ക്രിസ്തുവിനെ എന്റെ കർത്താവായി ഞാൻ സ്വീകരിക്കുന്നത് പറഞ്ഞ ഓരോ ദൈവമക്കളും ഇന്ന് രാത്രി കേട്ടാട്ട്. അങ്ങനെയുള്ളവർ മുമ്പിൽ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. യു മസ്റ്റ് കണ്ടിന്യൂ ടു ഫോളോ ഹിം. എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുമെന്ന് ദാവീദ് പറഞ്ഞു. ഞാൻ യഹോവയാൽ ദീർഘകാലം വസിക്കും. ന്യായപ്രമാണം യുഗത്തിൽ ജീവിച്ച ദാവീദിനത് പറയാൻ കഴിഞ്ഞു. പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമുക്ക് പറയാൻ കഴിയുന്നില്ലേ? ഞാൻ അവനെ അനുഗമിക്കും. എനിക്ക് ആവശ്യമായത് എന്നെ അനുഗമിപ്പാൻ എനിക്ക് ചെയ്യുവാൻ ദൈവം ശക്തനാണ്. Are you running or are you wandering for your needs or are you eagerly following Jesus Christ? യേശുവിനെ കർത്താവായി സ്വീകരിച്ചിട്ട് ഇപ്പോഴും നീ നിന്റെ ആവശ്യങ്ങളുടെ പുറകെ ഓടുകയാണോ? അതോ യേശുവിനെ അനുഗമിപ്പാൻ വേണ്ടി തീഷ്ണത കാണിക്കുകയാണോ? അപ്പോസ്തലൻ പറയാ, യു മസ്റ്റ് കണ്ടിന്യൂ ടു ഫോളോ ഹിം. യു മസ്റ്റ്. അവിടെ ഓരോ ഓപ്ഷനും ഇല്ല. നമ്മൾ എത്ര മാൻഡേറ്ററി വേർഡ് യൂസ് ചെയ്യുമ്പോഴേ നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യത്തുള്ളൂ. യു മസ്റ്റ്. ഓരോ ഓപ്ഷനും ഇല്ല. ഓപ്ഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് സ്വീകരിക്കുന്നതിന് മുമ്പ്.
മനസ്സോടെ നിങ്ങൾ അവനെ സ്വീകരിച്ച് യേശുവിനെ നിങ്ങൾ കർത്താവായി സ്വീകരിച്ചിട്ട് ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തുവാ കരുതുന്നേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ അങ്ങോട്ട് ചായാൻ പറ്റത്തില്ല. നിങ്ങളുടെ മുമ്പിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ക്രിസ്തുയേശുവിനെ നിങ്ങൾ കൈക്കൊണ്ടെങ്കിൽ നിങ്ങൾ അവന്റെ കൂട്ടായ്മയിൽ നടക്കണം. യു മസ്റ്റ് കണ്ടിന്യൂ ടു ഫോളോ. അങ്ങനെ അവരെ പ്രബോധിപ്പിച്ച് പറയുകയാണ്, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾ ഉപദേശത്തിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞിരും. അപ്പം എന്ത് ചെയ്യണം? കർത്താവായി സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവിടുത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുക. ക്രിസ്തുവിൽ നിങ്ങളുടെ വേരുകൾ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലട്ടെ. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ആയിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം പണിതുയർത്തുന്നത്. Let your roots grow down into him and let your life be built on Christ. ഒരു ഓപ്ഷനും ഇല്ല. ക്രിസ്തുവിൽ നമ്മുടെ വേരുകൾ ആഴത്തിൽ ഇറങ്ങിച്ചെന്നേ മതി. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങളുടെ ജീവിതം പണിതുയർത്തേണ്ടേ. നിങ്ങൾക്ക് അന്നുള്ള ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ജീവിതം പടുത്തുയർത്തേണ്ടത്. നിങ്ങളുടെ മോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ജീവിതം പടുത്തുയർത്തേണ്ടത്. ദുരുപദേശങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, ആ വശീകരണ വാക്കുകൾ കുടുങ്ങിയല്ല ജീവിതം പടുത്തുയർത്തേണ്ടത്. നിങ്ങൾ യേശു ക്രിസ്തുവിനെയാണ് കർത്താവായി സ്വീകരിച്ചേ. നിങ്ങൾ പ്രാസംഗികരെയല്ല, മാസ്റ്റർമാരെയല്ല, വീട്ടുകാരെയല്ല, നാട്ടുകാരെയല്ല, ദൂതന്മാരെയല്ല, നിങ്ങൾ അതെ യഹൂദ അതെ എന്താണ് ഗുരുക്കന്മാരെയല്ല. നിങ്ങളുടെ കർത്താവാരാ? യേശു ക്രിസ്തുവാണെങ്കിൽ നിങ്ങൾ ആരെ ഫോളോ ചെയ്യണം? നിങ്ങൾ യേശു കർത്താവിനെ ഫോളോ ചെയ്യണം. എന്താ ഫോളോ ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം? എന്താ യേശുവിനെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം? Let your root, വേരുകൾ ആഴത്തിൽ അവനിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവൻ ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ നമ്മുടെ ജീവിതം പടുത്തുയർത്തുന്നതാണ് അവനെ ഫോളോ ചെയ്യുക. യേശു കർത്താവാകുന്നു എന്ന് ഏറ്റുപറയുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ജീവിതം പിന്നെ പടുത്തുയർത്താനുള്ള ഒരൊറ്റ ഫൗണ്ടേഷനേ ഉള്ളത് ക്രൈസ്റ്റ് ആണ്. അവര് ഡീപ്പറായി ആഴത്തിൽ ഇറങ്ങി അവരുടെ വേരുകൾ, അവരുടെ ജീവിതം, അവരുടെ സകല ജീവിതത്തിന്റെ സകല മേഖലകളും താഴ്ന്ന് വേര് ഊന്നേണ്ടത് ക്രിസ്തുവിലാണ്. അത് ശക്തമായി അപ്പോസ്തലനെ ഓർപ്പിക്കുക. എന്നിട്ടാണ് പറയുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് പറയാം, നിങ്ങളെ ഉപദേശിച്ചിട്ടുള്ളത് പോലെ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് നിങ്ങളിൽ സ്തോത്രം നിറഞ്ഞു കവിയും. Then your faith will grow strong. വിശ്വാസം വളരണം. എനിക്ക് വിശ്വാസത്തിൽ സ്ഥിരപ്പെടണം. എങ്ങനെയാ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുന്നത്? കർത്താവിനെ അനുഗമിക്കുമ്പോഴാണ്. എങ്ങനെയാ കർത്താവിനെ അനുഗമിക്കുന്നത്? നമ്മുടെ വേരുകൾ ക്രിസ്തുവിൽ ആഴ്ന്നിറങ്ങി ജീവിതത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവിന്മേൽ പണിയപ്പെടുകയും ചെയ്യുമ്പോൾ കർത്താവിനെയാണ് അനുഗമിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചിരിക്കും? നമ്മുടെ വിശ്വാസം ബലപ്പെടും. Then your faith will grow strong in the truth you were taught. അപ്പോഴാണ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഉപദേശം അനുസരിച്ച് വിശ്വാസത്തിന് സ്ഥിരതയുണ്ടാകുന്നത്. അതായത് ക്രിസ്തുവാകുന്ന വ്യക്തിയിൽ, കർത്താവായി ക്രിസ്തുവിനെ സ്വീകരിച്ചവർ ക്രിസ്തു എന്ന വ്യക്തിയിൽ അത് അറ്റാച്ച്ഡ് ആയി ആ പറ്റിച്ചേരുമ്പോഴാണ് അവരുടെ വിശ്വാസം സ്ട്രോങ് ആയിത്തീരുന്നത്. എന്താ വ്യത്യാസം? പ്രമാണങ്ങളോട് അറ്റാച്ച്ഡ് ആയിരുന്ന ഒരു തലമുറ ഇപ്പോൾ പ്രമാണങ്ങൾ അവരെ ഡിറ്റാച്ച് ചെയ്ത് എന്ത് ചെയ്യാണ്? ഒരു വ്യക്തിയോട് അറ്റാച്ച് ചെയ്യുക. ആ വ്യക്തി ക്രിസ്തുവാണ്. ആ ക്രിസ്തു നിങ്ങൾക്കാരാണ്? നിങ്ങൾക്ക് കർത്താവാണ്. ആ കർത്താവുമായി നിങ്ങൾ അറ്റാച്ച് ആകുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് എല്ലാ വിശ്വാസം വളരണേ, വിശ്വാസി വർദ്ധിക്കണം, ബഹളം വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഉപദേശിച്ച വചനത്തിനനുസരിച്ച് നിങ്ങളുടെ ഫെയ്ത്ത് സ്ട്രോങ് ആയിക്കൊണ്ടേ. ക്രിസ്തുവിനോട് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒരിക്കലും എത്ര വചനം കേട്ടാലും ഫെയ്ത്ത് സ്ട്രോങ് ആകാൻ പോകുന്നില്ല. ഇന്നതൊക്കെ ജീവിതത്തിൽ ചെയ്യാം.
ഇന്നതൊക്കെ ചെയ്യരുത്. പാസ്റ്റർ ഇനി എഴുതി തന്നില്ല, ഞങ്ങൾ അങ്ങനെ ജീവിച്ചോളാം. ഇസ്രായേൽ ജനം അങ്ങനെയല്ലേ പറഞ്ഞേ? ദൈവേ മോശെ നീ ഒരു കാര്യം ചെയ്, ദൈവത്തിന് എഴുതിയും എടുത്തു, അല്ലെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾ അങ്ങ് ചെയ്തോളാം. എന്ത് ചെയ്തോളാം? ഡോൺസ് ആൻഡ് ഡൂസ് അല്ലേ, ഡൂസ് ആൻഡ് ഡോൺസ്. എന്തൊക്കെ ചെയ്യണം ഞങ്ങൾ ചെയ്തോളാം, എന്തൊക്കെ ചെയ്യരുത് ചെയ്യാതിരുന്നോളാം. നടന്നോ? നടന്നില്ല. ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവന്റെ ഏത് പ്രമാണം അനുസരിക്കാൻ ശ്രമിച്ചാലും നമ്മൾ പരാജയപ്പെട്ടു. ഒരു വളർച്ചയും നമുക്കുണ്ടാകത്തില്ല. അതുകൊണ്ട് യേശു പറഞ്ഞേ, ഞാൻ മുന്തിരിവള്ളിയാകുന്നു, നിങ്ങൾ കൊമ്പുകളാകുന്നു. കൊമ്പുകൾക്ക് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ, അതായത് മനസ്സിലായോ? ആ ബ്രാഞ്ചസ് ആ വൈനുമായിട്ട് ചേർന്ന് ഇണ ചേർന്ന് രണ്ടും കൂടെ ഒന്നിച്ച് ചേരുമ്പോഴാണ് നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ആകുന്നത്, നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. അല്ലാതെ ഒരു വ്യക്തിക്കും വിശ്വാസത്തിൽ ഞാൻ ഉപദേശം കേട്ടു, ഞാൻ പ്രസംഗം കേട്ടു, എനിക്ക് വചനങ്ങളെല്ലാം അറിയാം, പക്ഷെ പ്രയോജനം ഉണ്ടാകത്തില്ല. നിങ്ങൾ കേട്ട ഉപദേശത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉളവാകണമെങ്കിൽ, വിശ്വാസം സ്ട്രോങ് ആകണമെങ്കിൽ നിങ്ങൾ ആരുമായി അറ്റാച്ച്ഡ് ആയിരിക്കണം എന്നറിയാമോ? നിങ്ങൾ തന്നെ ഉടമ്പടി ചെയ്ത് കർത്താവായി സ്വീകരിച്ച ക്രിസ്തുവിൽ നിങ്ങളുടെ വേരിറങ്ങുമ്പോൾ, നിങ്ങൾ അവനാകുന്ന അടിസ്ഥാനം നിങ്ങളുടെ ജീവിതത്തെ നിലനിർത്താൻ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ നിങ്ങൾ പ്രിയപ്പെടുമ്പോൾ, ഓർത്തോണം പ്രിയരെ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വിശ്വാസി സ്ഥിരതയുള്ളവരായി. അതോടൊപ്പം തന്നെ പറയാണ്, and you will overflow with thankfulness. അപ്പോഴാണ് ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ അങ്ങനെ പറയാത്തോണ്ട് നിങ്ങൾ പറയാറില്ല അല്ലേ? ഇടയ്ക്കിടയ്ക്ക് എല്ലാരും ചേർന്ന് ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, എല്ലാരും ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഇതൊന്നും നമ്മുടെ ഇടയിൽ പറയാറില്ല. എന്താ പറയാത്തെ? ഇതങ്ങനെ പറയിപ്പിക്കേണ്ട കാര്യമല്ല. പിന്നെയോ, ക്രിസ്തുവിൽ വേരൂന്നവന്റെ വായിൽ നിന്ന് എന്തു പുറപ്പെടും? ഹൃദയം നിറഞ്ഞു കവിയുന്നത് വാ പ്രസ്താവിക്കും. അവന്റെ യു വിൽ ഓവർഫ്ലോ വിത്ത് താങ്ക്ഫുൾനെസ്. നമ്മൾ കവിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ, അതായത് ഹൃദയത്തിനകത്ത് മുഴുവനും പരാതികളല്ലെന്നേ, പിറുപിറുപ്പല്ലെന്നേ. ദൈവം എന്നോട് ദോഷമായി ചെയ്തു, ദൈവം എനിക്ക് ചെയ്തു, അവർക്ക് ചെയ്തു, എനിക്ക് ചെയ്തില്ല. എന്റെ സമപ്രായക്കാര് കണ്ടില്ലേ, അവര് എന്റെ കൂടെ ഇറങ്ങി, എന്റെ കൂടെ ജോലിക്ക് ഇറങ്ങിയവരാ, ഞാൻ എന്റെ ബാച്ചിൽ പഠിച്ചിറങ്ങിയവരാ, എന്റെ പ്രായക്കാരിയാ, അവര് സെറ്റിലായി, അവർക്ക് പിള്ളേരായി, അവരുടെ പിള്ളേരെ കല്യാണം കഴിപ്പിക്കാൻ പോവാ, അവർക്ക് വീടായി, അവർക്ക് കാറായി, അവരെല്ലാം സെറ്റിലായി. അതെ, പക്ഷെ എന്റെ അവസ്ഥ എന്ന് പറയുന്ന ഹൃദയമുള്ളവന്റെ വായിൽ ഒരിക്കലും നന്ദി വരത്തില്ല. മറിച്ച് ദൈവത്തിങ്കൽ ആശ്രയിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ കർത്താവായി എനിക്ക് ലഭിച്ചെന്നുള്ള അഭിമാനത്തോടെ ക്രിസ്തുവിൽ വേരൂന്നി ആ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരാളെ ഇടയ്ക്കിടയ്ക്ക് ഉന്തിത്തള്ളി സ്വോത്രം പറയിപ്പിക്കല്ലേ ചെയ്യുന്നത്. അവരുടെ അകത്ത് മറ്റുള്ളവരുടെ ജീവിതമായി അവരെ കമ്പയർ ചെയ്യത്തില്ല. അവർക്ക് അതൊരു വിഷയമല്ല. ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല അവർ ജീവിക്കുന്നത്, ക്രിസ്തു ആകുന്ന ആ അടിസ്ഥാനത്തിൽ അവർ ജീവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് രണ്ട് കാര്യം ഇവിടെ സംഭവിക്കും. ഒന്ന്, വിശ്വാസത്തിൽ സ്ഥിരതയും, രണ്ട്, നിറഞ്ഞു കവിയുന്ന നന്ദി. പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭയെല്ലാം ഇടിച്ചു പറയിപ്പിക്കും അല്ലെ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, എല്ലാവരും ഒന്നിച്ച്. കാരണം ഒരുമാതിരി എന്താ പറയണ്ടേ, എക്സസൈസ് ചെയ്യിപ്പിക്കുന്ന പോലെ നിർബന്ധപൂർവം നന്ദി പറയിപ്പിക്കുക. ദൈവസഭ നന്ദി പറയിപ്പിക്കാനുള്ളവരല്ല, നന്ദി പറയാനുള്ളവരാ. ദൈവസഭയ്ക്ക് ആരുടെ ഉന്തും തള്ളിന്റെ ആവശ്യമില്ല. യേശുവിനെ കർത്താവായി കൈക്കൊണ്ട ഒരു ദൈവത്തിനെ സംബന്ധിച്ച് അവൻ ഉപദേശങ്ങൾക്കനുസരിച്ച് വിശ്വാസം സ്ഥിരപ്പെടും. വിശ്വാസത്തിൽ സ്ഥിരപ്പെടുന്നതിനെ ശ്രദ്ധിച്ചോണം. അവന്റെ അകത്ത് സമപ്രായക്കാരെ കുറിച്ചുള്ള കമ്പാരിസൺ അല്ല, അവന് അഹംഭാവത്തിന്റെ മനോഭാവമില്ല, എന്നെ ദൈവം ഓർത്തില്ലെന്നുള്ള അതെ സങ്കടവുമില്ല. മറിച്ച് അവന്റെ ഉള്ളിൽ ഒരു കാര്യം അറിയാം, അകത്ത് യേശു കർത്താവായി വാഴുമ്പോൾ ഞാൻ നന്ദി പറഞ്ഞില്ലെങ്കിൽ ഈ ഉലകത്തിൽ പിന്നെ ആരാ നന്ദി പറയണ്ടേ? അവൻ ട്രെയിൻഡ് ആകും. എന്തിനറിയോ? he will overflow with thankfulness. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി ദൈവം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിനോടും നമ്മളോടും നമുക്ക് ചോദിക്കാം, എനിക്ക് അങ്ങനെ ഒരു ജീവിതമാണോ ഉള്ളത്? എന്റെ പേഴ്സണൽ എല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പോൾ ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഒക്കെ പറയും, സഭായോഗത്തിൽ ഞാൻ അതൊക്കെ പറയും. പക്ഷെ ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ എന്റെ പേഴ്സണൽ ലൈഫ് എങ്ങനെയാ? am I a person who is filled with who is overflowing with thankfulness?
അതോ എല്ലാവരും ഇരിക്കുമ്പോ എനിക്ക് നല്ല ഉത്സാഹമാണ്, പക്ഷെ ഒറ്റപ്പെടുമ്പോൾ എന്റെ മനസ്സ് മൊത്തം എന്റെ സമപ്രായക്കാർ, എന്റെ ചുറ്റുപാടുള്ള എന്റെ കസിൻസ്, എന്റെ ഫാമിലി നോക്കി എല്ലാവരും എസ്റ്റാബ്ലിഷ്ഡാ, എല്ലാവരും സ്ഥിരപ്പെട്ടു, എന്റെ പ്രായത്തുള്ളവരെ കണ്ട്, പക്ഷെ ഞാൻ എങ്ങും എത്തിയില്ല. അതാണോ എന്റെ ചിന്ത? എന്റെ മനസ്സ് മൊത്തം നിറഞ്ഞു കവിയുന്ന അതാണോ? അതോ എന്റെ ഹൃദയത്തിൽ ഒരു എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, നന്ദി കൊണ്ട് എന്റെ ഹൃദയം നിറയുക. ആ നന്ദിയുടെ കാരണം എന്നറിയാമോ? എല്ലാവരെക്കാളും നീ എന്നെ മാനിച്ചെന്നുള്ള അത് ഭൗതികവാദമല്ല, മറിച്ച് കർത്താവിനെ, യേശു ക്രിസ്തുവിനെ ഇന്ന് പലർക്കും യേശു ക്രിസ്തു എന്ന് പറയുന്നതല്ലാതെ എന്റെ സമപ്രായക്കാർക്ക് പലർക്കും, എന്നോടൊപ്പം സുവിശേഷം കേട്ട പലർക്കും ഞാൻ പലരോടും പറഞ്ഞിട്ടും ഇന്നും യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കാൻ കഴിയാതെ സ്വയം കർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ എന്റെ ആയുസ്സിൽ ഒരു ഭാഗ്യം ലഭിച്ചു. യേശു ക്രിസ്തു എന്റെ കർത്താവാണ്, അവനിൽ വേരൂന്നുവാൻ ഒരു ഭാഗ്യം, അവനിൽ അടിസ്ഥാനപ്പെടാൻ ഒരു ഭാഗ്യം, അവന്റെ ഉപദേശം കേട്ട് ജീവിച്ച് വിശ്വാസത്തിൽ വളരാനുള്ള ഒരു ഭാഗ്യം. അങ്ങനെയുള്ള ഞാൻ, എന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നത് നന്ദിയാൽ നിറഞ്ഞു കവി. ഈ നന്ദി നോക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം എന്നറിയാവോ? ആ നന്ദിയുടെ പിന്നിൽ ആരെ ഉന്തും തള്ളുമില്ല. ആരെ ഒരു പാസ്റ്റർ വീട്ടിൽ വന്ന് ഉന്തിയിട്ടും തള്ളിയിട്ടുമല്ല, ആക്രോശിച്ചിട്ടല്ല, അയ്യോ അയ്യോ അതെ എന്തെങ്കിലും ഇളക്കപ്പെരുപ്പം കാണിച്ചിട്ടല്ല, അകത്ത് നിറഞ്ഞു കവിയുന്ന നന്ദി. ആ നിറഞ്ഞു കവിയുന്ന നന്ദിയുടെ പിന്നിലെ ആ കാര്യമെന്നും ചോദിച്ചാൽ, കാരണമെന്നും ചോദിച്ചാൽ, അതെ യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയാണ് ഓവർഫ്ലോയിങ് താങ്ക്ഫുൾനെസ്. ഇന്ന് രാത്രി നിങ്ങളെ ചിന്തിക്കുവാൻ അറിയാവുന്നിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഒരു ആവർത്തന വിരസതയായി തോന്നത്തില്ല എന്ന് കരുതിയാണ് ഞാൻ കോണ്ടെക്സ്റ്റുവലായി നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ടച്ച് ചെയ്ത് പോകുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ് 8-ാം വാക്യം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ 2:8, ഡോണ്ട് ലെറ്റ് എനിവൺ ക്യാപ്ചർ യു. ആരും നിങ്ങളെ കവർന്ന് കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. 1, ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. ഒരിക്കലും സമ്മതിച്ചു കൊടുക്കല്ലേ. 2, ആരും നിങ്ങളെ ക്യാപ്ചർ ചെയ്ത് കളയല്ലേ. കാരണം എന്നാ? ഓൾറെഡി നിങ്ങളുടെ ഹൃദയം ആര് കവർന്നിരിക്കുക? കർത്താവ്. നിങ്ങൾ ഹൃദയത്തിൽ ആരെ പ്രതിഷ്ഠിച്ചേക്കുക? യേശു കർത്താവിനെ. യേശു ക്രിസ്തു കർത്താവ് എന്റെ ഹൃദയത്തിൽ വാഴുന്നു എന്നുള്ള വലിയ പ്രത്യാശയോടെ ജീവിക്കുന്ന നമ്മളെ ആരും വേറെ കവർന്നു കളയാൻ നാം സമ്മതിക്കരുത്. ഞാൻ ഇന്നലെ രാത്രിയിലും ഓരോ കാര്യങ്ങൾ ചില ഇടയ്ക്ക് സംഭാഷണ മധ്യയിലൊക്കെ ഉണ്ടാകുന്ന വാക്കുകളൊക്കെ രാത്രി ചിന്തിച്ചപ്പോ ഓർക്കെ, കാർ ഉണ്ടെങ്കിൽ അത് കാർ കുറച്ച് കിടക്കട്ടെ, വെള്ളം ഉണ്ടെങ്കിൽ അത് വെള്ളത്തിൽ കിടക്കട്ടെ, ഇതൊന്ന് ഹൃദയത്തിലോട്ട് കയറ്റിക്കൊണ്ടുവരണം. ജീവിതത്തിൽ പലതും ദൈവം തരാതിരിക്കാം, നന്മകൾ ഉണ്ടാകാതിരിക്കാം, അതൊക്കെ അതിന്റെ സ്ഥാനത്ത് കിടക്കട്ടെ. ഇതൊന്ന് ഹൃദയത്തിൽ, കാരണം ഓൾറെഡി നമ്മൾ ഹൃദയത്തിൽ യേശുവിനെ കർത്താവായി. ഇനി അവിടെ പ്രതിഷ്ഠിക്കാൻ പറ്റത്തില്ല, വേറെ ആരെയും നടക്കത്തില്ല. അങ്ങനെ ചെയ്താൽ അത് ധിക്രാരാധനയാണ്. നിങ്ങൾക്ക് ദൈവം എന്തെങ്കിലും ഒരു നന്മ വന്നു, പിന്നെ മനസ്സ് മൊത്തം അതാ. ഇനി തന്നില്ലെങ്കിൽ തന്നില്ലെന്നുള്ള പ്രശ്നം. തന്നു കഴിഞ്ഞാലോ? പിള്ളേരെ കിട്ടിയില്ലെന്ന് പറഞ്ഞ് 25 വർഷം ആദ്യം പിടിച്ചു, വ്യാധി പിടിച്ചു, യേശുവിനെ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞില്ല. കിട്ടിക്കഴിഞ്ഞു, പിള്ളേരെ കിട്ടിയല്ലോ, പിള്ളേരെ ഇനി പിള്ളേര് രണ്ടും ഒരുപോലെ ആയി പോയില്ലേ? കിട്ടിയില്ലെങ്കിൽ ഇതുവരെ തന്നില്ലല്ലോ എന്നുള്ള ആദ്യം പ്രതിഷ്ഠിച്ചു. കിട്ടിക്കഴിഞ്ഞോ? കിട്ടിയല്ലോ. പിന്നെ അതിനെക്കുറിച്ചാണ് ചിന്ത. അതെങ്ങനെ മാനേജ് ചെയ്യണം, ആ വീട് എങ്ങനെ മാനേജ് ചെയ്യണം, അതെങ്ങനെ വൃത്തിയോടെ സൂക്ഷിക്കണം, പിള്ളേരെ എങ്ങനെ വളർത്തണം, പിന്നെ ജോലിയിൽ എങ്ങനെ ചെയ്യണം, പിന്നെ മൊത്തം ഹൃദയത്തിൽ. അപ്പൊ എപ്പോഴാ പിന്നെ എന്തിനാ നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം കൊടുക്കും? നമുക്ക് പറ്റത്തില്ല. കാർപോർച്ചിൽ കിടക്കാം, വെള്ളമുണ്ടെ വെള്ളത്തിൽ കിടക്കട്ടെ, വീടുണ്ടെ അത് അതിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കട്ടെ. ഇതൊന്നും ഹൃദയത്തിൽ കൊണ്ടുവരില്ലേ. പിള്ളേരുണ്ടെ കുഞ്ഞുങ്ങൾ വളരട്ടവരെ നോക്ക്. ആ ദൈവം തന്നിരിക്കുന്ന ആ കാര്യ വിചാരകത്തെ നിറവേറ്റ് ഉടമസ്ഥൻ അപ്പോഴും ദൈവം കുഞ്ഞുങ്ങളെ കൊണ്ട് ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കല്. ഭർത്താവും ഭാര്യയും മക്കളും വീടും ജോലിയും, അതെ എന്തൊക്കെ ദൈവം തരുന്നു ഒക്കെ സന്തോഷം. നമ്മളതിനൊന്നും എത്തില്ല. പക്ഷെ ഒറ്റ കാര്യം ഓർത്തോണം, സമയാസമയങ്ങളിൽ ശോധന ചെയ്തോണം. തത്വജ്ഞാനം നിങ്ങളെ കവർന്നു കളയുന്നില്ലായിരിക്കാം, പക്ഷെ പിള്ളേർ നിങ്ങളെ കവർന്നു കളയാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് ഒരു പക്ഷെ തത്വജ്ഞാനം വഞ്ചിക്കപ്പെടാൻ നിങ്ങൾ പക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന പലരും നിങ്ങൾ കാത്തിരിക്കുന്ന പല വിഷയങ്ങൾ നിങ്ങളുടെ അകത്ത് കയറിയിട്ട് ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി നമ്മളെ പുനഃപരിശോധിക്കണം. നിങ്ങളുടെ ഹൃദയം മൊത്തം നിങ്ങളുടെ പിള്ളേരെ കുറിച്ചാണോ ചിന്ത? നിങ്ങളുടെ ഹൃദയം മൊത്തം നിങ്ങളുടെ ജോലിയെ കുറിച്ചാണോ? അതിന്റെ ടെൻഷനാണോ? ഭാവിയെ കുറിച്ചാണോ? അതിന്റെ അർത്ഥം ചോദിച്ചാൽ തത്വജ്ഞാനം നമ്മളെ കവർന്നില്ല, പക്ഷെ നമ്മുടെ
നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ കവർന്നിരിക്കും. Don't let anyone capture you. Don't let anyone deceive you. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര പ്രാഗൽഭ്യ. ഞങ്ങളുടെ സഭയിൽ ഉപദേശങ്ങളൊന്നും ഇല്ലാത്ത സഭയാണ്, ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഒന്നും നടക്കത്തില്ല ഒക്കെ സമ്മതിച്ചു. യെസ്, ഐ ആം ഓൾസോ പ്രൗഡ് ഓഫ് ദാറ്റ്. പക്ഷെ ചോദ്യം, സഭയിൽ ദുരുപദേശം കിടക്കത്തില്ല, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ കിടന്നോ? ദുരുപദേശമല്ല, നിങ്ങൾ ഏറ്റവും അധികം ഭാരപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങളെ കാർന്നു നിന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്നറിയോ? അത് നിങ്ങളെ കവർന്നു കളയാൻ തുടങ്ങിയിരിക്കും. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിപ്പീൻ. ഈ ദൈവസഭയിൽ നമ്മളായിരിക്കുമ്പോൾ, ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഏത് സമയവും ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യുന്ന ബന്ധങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, ഭാവി ചിന്തകൾ, വിശ്വാസക്തികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൊലോസ്യ സഭയോട് പറയുന്നത് സൂക്ഷിക്കാൻ തത്വജ്ഞാനത്തെക്കുറിച്ചും അതെ ദൂതന്മാരെ ആരാധിക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ ഇന്ന് രാത്രി ദൈവം കേൾക്കുന്ന നമ്മളോട് കർത്താവ് സംസാരിക്കുക. ഈ ഭൂമിയിലെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിൽ കർത്താവായി പ്രതിഷ്ഠിച്ചില്ലേ? ആ സ്ഥാനത്തെ ഇളക്കിക്കളയാൻ കഴിവുള്ള പല ബന്ധങ്ങളും സ്വന്തങ്ങളും ഇല്ലായ്മകളും ഉള്ളതും ഉയർച്ചയും താഴ്ചയ്ക്കും സാധ്യതയുണ്ട്. നിങ്ങൾ വിജിലന്റ് ആയി. എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുക. അടുത്ത ആഴ്ച നമ്മൾ ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. എന്താണ് അവിടെ നടക്കുന്ന ആ സ്വാതന്ത്ര്യം? ഫ്രീഡം ഫ്രം റൂൾസ്. എന്താണ് ക്യാപ്ഷൻ ശ്രദ്ധിച്ചോണം? ഫ്രീഡം ഫ്രം റൂൾസ് ആൻഡ് ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ചട്ടങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും പിന്നെ ക്രിസ്തുവിലുള്ള പുതിയ ജീവിതം. ഡോൺ ലെറ്റ് എനിവൺ. ഒന്നാമത്തെ 3 പോയിന്റ് ഉണ്ട്. മൂന്നാമത്തെയാണ് ഡോൺ ലെറ്റ് എനിവൺ കണ്ടം യു. ആരും നിങ്ങളെ വിധിക്കാൻ. എന്താ നമ്മൾ പിന്നീട് സമയം അനുസരിച്ച് ചിന്തിക്കും. ആദ്യത്തെ ഒരു പോയിന്റ് നമ്മൾ ചിന്തിച്ചു, ഡോൺ ലെറ്റ് എനിവൺ ഡിസീവ്. ആരും നിങ്ങളെ ചതിക്കരുത്. ഇപ്പൊ നമ്മൾ ചിന്തിച്ചു, ഡോൺ ലെറ്റ് എനിവൺ ക്യാപ്ചർ യു. നിങ്ങളുടെ ഹൃദയത്തെ ആരും കവർന്ന് കളയരുത്. ഡോൺ ലെറ്റ് എനിവൺ ക്യാപ്ചർ യു വിത്ത് empty philosophies and high sounding nonsense. അത് ഞാൻ അടുത്ത ആഴ്ച ചിന്തിക്കുമ്പോൾ അതിനെ കുറിച്ച് പറയാം. അതിലേക്ക് പോയാൽ നമ്മുടെ സമയം ഒത്തിരി മുന്നോട്ട് പോകും. കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ അടുത്ത് 10 മിനിറ്റ് കൂടുതൽ എടുത്തല്ലേ, അപ്പം 5 മിനിറ്റ് മുമ്പ് നിർത്തി ബാലൻസ് ചെയ്യുന്നു. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ, പ്രാർത്ഥിക്കാൻ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ഇന്ന് രാത്രി നമ്മുടെ ചിന്തകളെ ഒന്നുകൂടെ ദൈവസ്ഥനിൽ ഒന്നുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മള് കൊലോസ്യ ലേഖനം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് രാത്രി വീണ്ടും പഠിക്കുന്നത്, ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളെ കുറച്ചും കൂടെ കർത്താവിന് പ്രയോജനമുള്ളതാക്കി തീർക്കുവാൻ ഈ ദൈവവചന പഠനങ്ങൾ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ അതിനായി ബലപ്പെടുത്തട്ടെ. നമുക്ക് നമ്മുടെ മനസ്സിൽ ദൈവികമായ ഇടപെടൽ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള ഒരു അവസരമാണിത്. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വിശ്വാസക്തിയാലോ, ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളാലോ, ഒരു ദുരുപദേശങ്ങളാലോ എന്റെ സഭയോ ഞാനോ വഞ്ചിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കരുത്. അതുപോലെ തന്നെ മനുഷ്യന്റെ ഒരു പ്രവൃത്തി കൊണ്ടോ, തത്വജ്ഞാനം കൊണ്ടോ, ഏതെങ്കിലും വഞ്ചന കൊണ്ടോ അല്ല, എന്റെ ജീവിതത്തിലെ ദൈവം ഇതുവരെ പ്രവർത്തിക്കാത്ത വിഷയങ്ങൾ നിമിത്തമോ, ദൈവം പ്രവർത്തിച്ച് തന്ന വിഷയങ്ങളുടെ അതിനോടുള്ള അധികമായ അടുപ്പ നിമിത്തമോ, അത് വ്യക്തിയോ വസ്തുവോ എന്തോ ആയിക്കോട്ടെ, അതും എന്റെ ഹൃദയത്തെ കവർന്നു കളയാൻ ഒരിക്കലും ഇടവരുത്. ഹൃദയങ്ങളിൽ ദൈവമക്കൾ ഉറപ്പിച്ചാട്ടെ. എന്റെ ജീവിതത്തിൽ കർത്താവെ ഞാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് ഓരോരുത്തരും തങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ഒന്നിനാലും ചതിക്കപ്പെടാനോ, ആരാലും കവർന്നു പോകാനോ, ഒന്നിനാലും ഹൃദയം കവർ ചെയ്യപ്പെടാനോ അനുവദിക്കരുത്. അതൊരിക്കലും ദൈവം ആഗ്രഹിക്കുന്നത് അത് വലിയ അപകടത്തിലേക്കാണ്. മാത്രമല്ല, ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് വലിയൊരു ഉടമ്പടിയുടെ ഭാഗമാണ് നമ്മള്. കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവായി നമ്മൾ സ്വയം സ്വീകരിച്ചവരാണെങ്കിൽ നമ്മൾക്ക് ഓപ്ഷൻ ഒന്നുമില്ല, ഒരൊറ്റ കൽപ്പനയുള്ളൂ, അവന്റെ കൂട്ടായ്മയിൽ നടക്കുക. ഒരു കാര്യം ഓർക്കണം പ്രിയപ്പെട്ടവരെ, അവനെ സ്വീകരിക്കാത്ത ആരോട് ഈ കൽപ്പന പറയാറില്ല. ഹൃദയം കൊണ്ട് പൂർണ്ണ മനസ്സോടെ യേശുവിനെ കർത്താവായി കൈക്കൊള്ളാത്ത ആരും ഇതല്ല അനുസരിക്കണ്ട. അവരാരും അവന്റെ കൂട്ടായ്മയിൽ നടക്കണ്ട. കാരണം നടന്നിട്ട് കാര്യം? അവരറിയുക വേണ്ടേ, അല്ലെ? വിശ്വസിക്കാൻ വേണ്ടേ? എന്നാൽ അറിഞ്ഞ് വിശ്വസിച്ചോട് പറയുക, നിങ്ങൾ ഇനി എന്തോ നിങ്ങൾ ഇത്ര ടെൻഷൻ എന്തിനാ? നിങ്ങൾ എന്തിനാ ഇത്ര ആദ്യം വ്യാധിയും പിടിക്കുന്നത്? നിങ്ങൾ എന്തോർത്താ ഭാരപ്പെടുന്നത്? നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഒന്ന് കേട്ടാട്ട്. യു മസ്റ്റ് കണ്ടിന്യൂ ടു ഫോളോ ഹിം. എന്താണ്? നിങ്ങളുടെ വേദികൾ ആഴ്ന്നിറങ്ങട്ടെ,
നിങ്ങളുടെ ജീവിതം ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ പണിതുയരട്ടെ. അവന്റെ ഉപദേശത്തിൽ നിങ്ങൾ നിലനിന്നുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം സ്ട്രോങ് ആകട്ടെ, ശക്തിപ്പെടട്ടെ. എന്നിട്ട് ആരാലും നിർബന്ധിക്കപ്പെടാതെ, എങ്ങനെ ആരാലും നിർബന്ധിക്കപ്പെടാതെ യേശുവിനെ കൈക്കൊണ്ടില്ലേ, അതുപോലെ ആരാൽ നിർബന്ധിക്കപ്പെടാതെ സ്തോത്രത്തിൽ കവിഞ്ഞുമിരിക്കാം. നന്ദി, നിറഞ്ഞ നന്ദിയോടെ, നിറഞ്ഞ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ജയകരമായ ക്രിസ്തുവിൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.